അസ്സലാമു അലൈക്കും. ഞാൻ ഈ ചോദ്യത്തിന് മുമ്പ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എന്റെ പേര് നിഷാദ് എന്നാണ്. പരപ്പനാട്. പ്രസ്ഥാനം തീരുമാനിച്ചിട്ടില്ല. നിസ്കരിക്കും, അത്രേ ഉള്ളൂ. പ്രസ്ഥാനത്തിനോട് ആര് പിരിവ് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും പിരിവുകളായിരിക്കും കൊടുത്തല്ലോ. അത് വിഷയമല്ല, നിങ്ങൾ ചോദിച്ചതല്ല. ഒരു ആദർശം ഞാൻ പറയട്ടെ. നിങ്ങള് ഫസ്റ്റ് ഹീറ്റായ ബുദ്ധിമുട്ടല്ലേ, തുടങ്ങട്ടെ. ഇതുപോലെ നമ്മൾ പറയണത് ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയം പറയുമ്പോൾ അത് ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിന്റെ അനുഭാവിയാണ് അത് നിങ്ങൾക്ക് പറയാലോ. അതില്ലാതിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അത് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് അനുഭാവിയാണോ? ഒരിക്കലല്ല. അല്ല, ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനമല്ല. ഞാൻ നിസ്കരിക്കുന്ന AP പള്ളിയിലാണ്. അല്ല, ഓക്കെ, അതിരിക്കട്ടെ. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുഭാവിയല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗം കേൾക്കാറുണ്ട്. അതൊക്കെ അതിപ്പോ എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. അതല്ലല്ലോ വിഷയം. ഇപ്പൊ നമ്മൾ BJP പ്രസംഗം BJP ആയിട്ട് അതല്ല ആദ്യം ഞാൻ ചോദിച്ചു, മുജാഹിദ് പ്രസ്ഥാനത്തിന് അനുഭാവിയാണോ? ചെറുതായിട്ട് മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ചെറുതായിട്ട് കുറച്ച് മുജാഹിദ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. ഓക്കെ, ക്ലിയർ ആയി വരുന്നുണ്ട്. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ അനുഭാവിയാണോ? അല്ല. കാന്തൂരി ബാബത്തിന്റെ അനുഭാവിയാണോ? തീരില്ല. അപ്പൊ കുറച്ചൊക്കെ ഉള്ളത് മുജാഹിദിന്റെ അനുഭാവിയാണ് അല്ലെ. അതിൽ ഏത് മുജാഹിദിനുള്ള കുറച്ചൊക്കെ അനുഭവം തോന്നി വരുന്നത്? അല്ല, സെൽഫി ഓടി എല്ലാവരും നമ്മളൊക്കെ സെൽഫി എടുക്കുന്ന കാലഘട്ടമാണ്. സെൽഫി ഓടി ഈ സെൽഫിയുടെ ഏത് പറയും? ISM ഒക്കെ പരിപാടി എടുത്തില്ല. ISM എല്ലാവരും ISM ആണ്. അതാ രസമായി പിടിക്കലോ. ഞാൻ ചോദിക്കാം, പിന്നെ ഉസൈ സലഫിന്റെ ടീമാണോ? ഫൈസൽ സക്രി ആ ടീമാണ്. ശരി. അതിൽ തന്നെ 2 ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് അറിയാൻ ഇത് വലിയ പ്രശ്നമാണ്. ഭയങ്കര അടങ്ങറായിട്ടേ. അതിപ്പോ സക്രിയാന്റെ ഗ്രൂപ്പാണോ പിന്നെ ഫൈസൽ ഗ്രൂപ്പാണോ? അപ്പൊ ഫൈസൽ ഗ്രൂപ്പ്. ഓക്കെ, ഈ ഈ മുജാഹിദുകളോട് സലാം പറഞ്ഞത് തെറ്റാണോ? നമ്മൾ സുന്നികള് ജമാഅത്തോട് സലാം പറഞ്ഞത് തെറ്റാണോ? അതാണ് ചോദ്യം. ഞാൻ AP കാരോട് ചോദിച്ചിരുന്നു, ഒരു തെറ്റാണെന്നാണ് പറഞ്ഞത്. ഒരു കാഫിറുകളാണെന്നാണ് അവർ വിശദീകരിച്ചത്. നമ്മള് സുന്നിയാള്, നിങ്ങള് മുജാഹിദല്ലേ. ഞങ്ങളോട് നിങ്ങൾ സലാം പറയല് തെറ്റാന്നാണ് നിങ്ങളുടെ ചോദ്യം അല്ലെ? ഞങ്ങളോട് അഥവാ മുജാഹിദുകളോട് നിങ്ങൾ അഥവാ സുന്നികൾ സലാം ചൊല്ലാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. തിരിച്ച് നമുക്ക് അങ്ങോട്ടും ചോദിക്കാം. നിങ്ങൾ മുജാഹിദുകൾ കാഫിറെന്ന് വിശ്വസിക്കുന്ന, മുശ്രിക്കെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളോട് സലാം ചൊല്ലാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ. ഞാൻ അതിന്റെ മതവിധി പറയാം. നിങ്ങൾ ചോദിച്ചതിന്റെ മതവിധി ഞാൻ എന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാരുടെ ഒന്നും അഭിപ്രായമല്ലാതെ ആ വിഷയത്തിൽ ഇമാം ബുഖാരി തങ്ങളടക്കമുള്ള ഇമാമുമാർ പഠിപ്പിച്ചു തന്ന ആശയം ഞാനിവിടെ പറയും. അതിന് മുമ്പായിട്ട് മുജാഹിദുകൾക്ക് സുന്നിയോട് സലാം പറയാൻ പറ്റുമോ? എന്തോ കാഫിറുകളാണ് മുശ്രിക്കുകളാണ് ഏതോ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആര്? AP സുന്നി വിഭാഗത്തെ പറ്റി ഞാൻ പ്രസംഗിച്ചപ്പോ AP വിഭാഗം പ്രസംഗിച്ചപ്പോ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ ചോദിക്കണ്ട. ഇവിടെ ഞങ്ങൾ പ്രസംഗിച്ചു, വിശദീകരിച്ചു. ഞങ്ങൾ സമസ്തകൾ ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വത്തിൽ അണിനിരന്ന ഞങ്ങളുടെ ആശയപരമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. അഹ്ലുസുന്നയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കണം. അഥവാ ഒരു സുന്നി മുജാഹിദിന് സലാം ചൊല്ലുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന്റെ അതിന്റെ ക്ലാരിറ്റി, അതിന്റെ വിശദീകരണം ഞാൻ നൽകും, അല്ലെങ്കിൽ ഉസ്താദ് നൽകും. അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു വിഷയം അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയണം. ഒരു മുജാഹിദായി പിറന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ മുജാഹിദായി വളർന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ മുജാഹിദായി പ്രവർത്തിക്കുന്നൊരു മനുഷ്യൻ, അയാളുടെ മനസ്സിൽ അയാൾ കുടിയേറ്റിയിട്ടുള്ള വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഈ സുന്നിയാള്, നബിദിനാഘോഷിക്കുന്ന സുന്നിയാളൊക്കെ കാഫിറാണ്, മുശ്രിക്കാണെന്നാണ്. അങ്ങനെയുള്ള ഈ സുന്നികളായ ആളുകളോട് മുജാഹിദ് സലാം പറയുന്നതിനെ പറ്റി എന്താണ് മുജാഹിദിന്റെ കാഴ്ചപ്പാട്? അതാണ് എന്റെ ചോദ്യം. ഞാൻ പറയുന്നത് സ്ഥലം ഞാൻ ചെറുതായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനോട്. അതെ, ചെറുതായിട്ട്. പൂർണ്ണമായിട്ട് മുജാഹിദാന്ന് ഞാൻ സ്ഥലം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ കഴിയില്ല. ഞാൻ സ്ഥലം പറയാം, ഞാൻ നിസ്കരിക്കലൊക്കെ ഉള്ള ആളാണ്. നിസ്കരിച്ചോണ്ട് സുന്നിയാവൂലല്ലോ. ഇല്ല, സുന്നിയാവണമെങ്കിൽ സുന്നി തന്നെ ആവണം. മാത്രമേ ഞാൻ ഈ സലാം പറയാൻ പാടുണ്ടോ എന്ന് മാത്രമേ ചോദിക്കൂ. അതെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ അപ്പൊ നമ്മള് ഞാൻ പറയാം. സുന്നി മുജാഹിദിനോട് സലാം പറയുന്നതിന്റെ വിധി പറയാം. മുജാഹിദിന് സുന്നികളോട് സലാം പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾ ബാലുശ്ശേരിക്കാരന്റെ ആ ടീമിനോട് താല്പര്യമുള്ള ആളാണല്ലോ, അവരിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? എന്റെ ഫ്രണ്ടൊക്കെ എന്നോട് സലാം പറയല്ലേ.
മുജാഹിദ് ഓ മുജാഹിദ് ഓനോട് സലാം പറയും, ഞാൻ അവനോട് സലാം. അപ്പൊ നിങ്ങൾ ചോദിച്ചൂടെ, ഞങ്ങള് സുന്നികള്, എന്റെ അമ്മ ബാപ്പ, എന്റെ വല്യപ്പ, എന്റെ വല്യമ്മ, അങ്ങനെ പോകുകയാണെങ്കിൽ അനന്തമായ ആ പാരമ്പര്യം, അവരൊക്കെ മങ്കൂസ് മൗലിദ് എന്റെ ആൾക്കാരായിരുന്നു, അവരൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളുകളായിരുന്നു. അങ്ങനെയുള്ള സുന്നികളായ ഈ പരമ്പരാഗത മുസ്ലിമീങ്ങളോട് നിങ്ങൾ സലാം ചെല്ലാൻ പറ്റുമോ? കാരണം അവര് കാഫിറാന്നല്ലേ നിങ്ങളെ മനസ്സിലുള്ളത്. ഈ കാഫിറാന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തൊള്ളോണ്ട് എന്തിനാ സലാം പറയുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് ചോദിച്ചൂടെ? അത് ചോദിക്കണം നിങ്ങൾ. അത് നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. കാണുന്ന ബാലുശ്ശേരിയോടും ചോദിക്കണം. ബാലുശ്ശേരിയെ, നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസപ്രകാരം ഇവിടുത്തെ സുന്നികൾ മുസ്ലിക്കാണ്, കാഫിറാണെന്നല്ലേ? അങ്ങനത്തെ ആൾക്കാരോട് നിങ്ങൾ എന്തിനാ ഈ സലാം പറയുന്നത്? അത് ഇരട്ടത്താപ്പല്ലേ? മനസ്സിലൊന്നും തൊള്ളോണ്ട് വേറൊന്നും, അത് കാപട്യമല്ലേ, മുനാഫിക്കിന്റെ സ്വഭാവമല്ലേ എന്ന് നിങ്ങൾ നിരന്തരം ചോദിക്കണം. അതൊരു ചോദ്യം കേട്ടോ, നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യം സകല മുജാഹിദിന്റെ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. അതിന് നിങ്ങളൊരു നിമിത്തമാകുകയാണെങ്കിൽ ഞങ്ങൾക്ക് സൗഭാഗ്യം, സന്തോഷം. അപ്പൊ ഇനി നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി തരാം. നിങ്ങളുടെ ചോദ്യം മുജാഹിദുകൾ ഉൾപ്പെടെയുള്ള പുത്തൻവാദികളോട് സലാം പറയാൻ പറ്റുമോ എന്നുള്ള വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബുൽ അദ്കാർ എന്ന ഈ ഗ്രന്ഥമാണ് ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇതിന്റെ 226 പേജിൽ അദ്ദേഹം പറയുകയാണ്, ഫസ്ലുൻ വഅമ്മൽ മുബ്തദിഉ വമൻ ഇഖ്തറഫ ദംബൻ അദീമൻ വലം യതുബ് മിൻഹു. പുത്തനാശയക്കാരൻ, അതുപോലെ വൻദോഷിയായ മനുഷ്യൻ തൗബ ചെയ്യാതെ ജീവിക്കുകയാണെങ്കിൽ അവനും ഫയംബഗി അല്ലാ യുസല്ലമ അലൈഹിം വലാ യുറദ്ദ അലൈഹിമുസ് സലാം കദാ ഖാലഹുൽ ബുഖാരി വഗൈറുഹു മിനൽ ഉലമാ. അങ്ങനെയുള്ള പുത്തൻവാദികൾ, അതുപോലെ വൻദോഷികളായ കള്ളുടേമാര്, കൊലപാതകം നടത്തുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളോട് സലാം ചൊല്ലരുത്. അവര് സലാം ചൊല്ലിയാൽ മടക്കുകയും വേണ്ട. ഇങ്ങനെയാണ് ഇമാം ബുഖാരി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റു ഉലമാക്കളും ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് വഹ്തജ്ജൽ ഇമാമു അബൂ അബ്ദില്ലാഹിൽ ബുഖാരി ഫീ സഹീഹിഹി ഫീ ഹാദിഹിൽ മസ്അല. നിങ്ങളുടെ ഈ ചോദ്യം ചോദിച്ച ഈ മസ്അല, ഈ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ട ഈ വിഷയത്തെ സംബന്ധിച്ച് ഇമാം ബുഖാരി തങ്ങൾ തന്റെ ഗ്രന്ഥത്തിൽ ഇതിന് തെളിവ് പറഞ്ഞു. ബിമാ റുവീനാഹു ഫീ സഹീഹൈൽ ബുഖാരി വ മുസ്ലിമിൻ ഫീ ഖിസ്സത്തി കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാതെ മദീനയിൽ തങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു 5-6 പേജ് നീളമുള്ള ഒരു ഹദീസ് ഉണ്ട് ബുഖാരിയിൽ. ആ ഹദീസ്, അതിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ മസ്അലക്ക് ഇമാം ബുഖാരി തങ്ങൾ തെളിവുദ്ധരിക്കുകയും ചെയ്തു എന്നാരാ പറയുന്നത്? ഇമാം നവവി തങ്ങൾ അവിടുത്തെ കിതാബുൽ അദ്കാറിലാ പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകൾ അവര് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശ രംഗത്തിൽ നിന്ന് എത്രയോ പിറകോട്ട് പോയവരാണ്, അതിനെ തള്ളിപ്പറയുന്നവരാണ്. മുസ്ലിമീങ്ങൾ കാഫിറുകളും മുശ്രിക്കുകളുമാണെന്ന് മനസ്സിൽ താലോലിച്ച് വിശ്വസിച്ച് നടക്കുന്നവരാണ്. അങ്ങനത്തെ ആളുകളോട് സലാം ചൊല്ലേണ്ടതില്ല, അവർ ചൊല്ലിയാൽ മടക്കേണ്ടതും ഇല്ല എന്നാണ് അതിന്റെ ഇമാമുമാർ വിശദീകരിച്ച മറുപടി. ഞാൻ 40 വരെ സലാനൊക്കെ ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ അതിനെന്താ പരിഹാരം? അതിനൊരു പരിഹാരം ഉണ്ടാവില്ല ഉസ്താദ്. നിങ്ങള് അറിവില്ലാതെ ചെയ്തു പോയതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ അഫ്വ് ചെയ്ത് സത്യം മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ, നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആർക്ക് അതന്നെ ഇതിൽ പരിഹാരം കേട്ടോ. എന്റെ പേര് സ്വാദിഖ്. ഞാൻ പെരിന്തൽമണ്ണ അടുത്താണ് എന്റെ വീട്. ഞാൻ വീട് അടുത്താണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഉണ്ടായ സംശയമാണ്, അതായത് ആ സംഘടന, ഞാൻ ഒരു സംഘടനയിലും ഇല്ല, SSF അല്ല, SKSF അല്ല, ഞാനൊരു സുന്നിയാണ്. എന്റെ ഉസ്താദ് എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ ഉസ്താദും അങ്ങനെ തന്നെയാണ്. അതായത് MT ഉസ്താദിന്റെ അമ്മയുടെ മോന് അബ്ദുൾ റസാഖ് ബിരിയാണിന്റെ ഉസ്താദ്.
അപ്പൊ എന്റെ സംശയം ഇപ്പൊ ഉണ്ടായ ഒരു വസ്വാസാണ്. അതായത് ഫസ്റ്റത്തെ ചോദ്യം കേട്ടപ്പോ എനിക്ക് നിയമസഭയാണെന്ന് തോന്നി, അതായത് സംവരണത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ. അപ്പോ എനിക്കതിന്നൊരു സംശയം ഉണ്ടായത് നമ്മുടെ നേതാക്കന്മാര് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞതാവും എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോ സ്ത്രീകൾ ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നത് നമ്മൾ നിഷിദ്ധമാണെന്ന് നമ്മളെ സമസ്ത പറഞ്ഞിട്ടുണ്ട്. അപ്പോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ വിധി എന്താണ് നമ്മുടെ സമസ്തയുടെ? അതെനിക്കറിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ വിധി, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ത്രീകൾക്ക് വോട്ട് ചെയ്യുന്നതിന്റെ വിധി, മത്സരിക്കാൻ പറ്റൂല, വോട്ട് ചെയ്യാൻ പറ്റും, വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, മത്സരിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അതൊക്കെ നമ്മുടെ സമകാലികവും രാഷ്ട്രീയവും രാജ്യത്തിന്റെ ഭരണഘടനാപരവുമായ വിഷയങ്ങളാണ്. അതാണ് നേരത്തെ അഷ്റഫ് ഉസ്താദ് പറഞ്ഞത്. അത് നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട ആദർശമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദർശം എന്ന് പറയുന്നത് അഖീദയാണ്. ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഒരാൾ സുന്നിയാകൽ എപ്പോഴാണ്, ഒരാൾ എപ്പോഴാണ് പുത്തൻവാദിയാവുക? എന്തുകൊണ്ടാണ് മുജാഹിദ് പുത്തൻവാദിയായത്? ജമാഅത്ത് എന്തുകൊണ്ട് പുത്തനാശയക്കാരനാണെന്ന് സമസ്ത പറയുന്നു? എവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിന്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ചർച്ച ചെയ്യാനുള്ളൊരു വേദിയാണിത്. സംവരണത്തിൽ സ്ത്രീകളുടെ സ്ഥാനാർത്ഥിത്വം, ആ സ്ഥാനാർത്ഥിത്വവുമായി വരുന്ന സ്ത്രീകൾക്ക് പൗരന്മാരായ നമ്മൾ വോട്ട് ചെയ്യുക. സ്ത്രീകൾ സ്ഥാനാർത്ഥിയാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനും പാടില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. വോട്ട് ചെയ്യാൻ പറ്റും. എന്റെ വാർഡിലുള്ള സ്ത്രീ സ്ഥാനാർത്ഥിയെ ഞാൻ വോട്ട് ചെയ്ത് ജയിപ്പിക്കും, അതിനൊന്നും കുഴപ്പമില്ല. അവള് മത്സരിക്കുന്നതേ കുഴപ്പമുള്ളൂ. അപ്പൊ അതൊക്കെ പണ്ഡിതോചിതമായ മറ്റു ചില ചർച്ചകളിലൂടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഇവിടെ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല. അത് ഇവിടെ അല്ല അത് ചർച്ച ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്ന സമയത്ത് ഇലക്ഷൻ ട്രെൻഡ് ജനങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയ ഈ സന്ദർഭത്തിൽ നമ്മൾ അതല്ല ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇവിടെ പരപ്പനങ്ങാടിയിലൊരു സാഹചര്യമുണ്ട്. ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ ശക്തമായി വിമർശിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ ഇവിടെ പരിപാടി വെച്ചു. ആ പരിപാടിയുടെ നിജസ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള നമുക്ക് യോഗമാണിത്. ഇവിടെ ആദർശപരമായ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നമ്മൾ മുജാഹിദ് തമ്മിൽ തർക്കമുള്ള ഒരു വിഷയമാണ് ജുമാഅക്കും ജമാഅത്തിനും പെണ്ണുങ്ങൾ പോകണോ പോണ്ടേ എന്നുള്ളത്. നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടുത്തെ രാഷ്ട്രീയപരവും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാപരവുമായ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച തൽക്കാലം അവിടെ നിൽക്കട്ടെ. അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ പ്രസക്തമല്ല എന്ന് താങ്കൾ അറിയിക്കാം. അതായത് ഞാൻ ചോദിച്ചത് ആദർശം തന്നെയാണ്. അതായത് സ്ത്രീകൾ പള്ളിക്ക് പോകുന്നതിനെ പറ്റിയിട്ട്, അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ മുജാഹിദാണുള്ളത്. അവിടെ SSFും SKSFും കൂടുതലില്ല, അവിടെ കൂടുതൽ മുജാഹിദാണുള്ളത്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ പെണ്ണുങ്ങളെ വേദിയിൽ ഇരുത്തുന്നത് നിങ്ങൾ അങ്ങനെ എങ്ങനെയും പറയുന്നു. അപ്പോ തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിക്കുക, അത് നിങ്ങളെ പണ്ഡിതന്മാർ തന്നെ ഇത് പറയുന്നു എന്ന് പറയണം. അപ്പൊ ഞാൻ അവിടുത്തെ ഏത് മുജാഹിദാണ് പറഞ്ഞത്? എന്റെ സാധാരണക്കാരൻ അല്ല, നിങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങൾ തെരഞ്ഞെടുപ്പില് സ്ത്രീകളെ മത്സരിപ്പിക്കുന്നു എന്ന് നിങ്ങളോട് ചോദിക്കുന്നത് ഏത് മുജാഹിദാ ചോദിച്ചിട്ടുള്ളത്? അതായത് ഞാൻ സാധാരണ അങ്ങനെ മുജാഹിദ് ചോദിക്കൂല. നിങ്ങൾ ജുമാഅത്തും ജമാഅത്തിനും പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകുന്നില്ലല്ലോ, നിങ്ങൾ ഇലക്ഷനിൽ പെണ്ണുങ്ങളെ നിർത്തുന്നുണ്ടല്ലോ, അങ്ങനെ മുജാഹിദ് ചോദിക്കൂല. വെറുതെ മുജാഹിദിനെ പറ്റി ഇല്ലാത്ത പറയാൻ പറ്റൂല. മുജാഹിദ് പറയാത്ത നമ്മൾ പറയാൻ പറ്റൂല. ഒരു മുജാഹിദ് പറയില്ല, അത് ചോദിക്കൂല. മുജാഹിദ് ഇങ്ങനെയൊക്കെ ചോദിക്കും, നിങ്ങൾ പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകുന്നില്ല, നിങ്ങൾ പെണ്ണുങ്ങളെ ദിക്റിൽ കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെയൊക്കെ മുജാഹിദ് ചോദിക്കാറുണ്ട്. അല്ലാതെ നിങ്ങൾ സ്ത്രീകളെ ഇവിടെ സമസ്തകളുടെ ജമിയത്തുൽ സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കുന്നുണ്ട്, അതെങ്ങനെ? അതൊന്നും ഒരു മുജാഹിദ് ഇതുവരെ ചോദിച്ചിട്ടില്ല. വെറുതെ നമ്മൾ മുജാഹിദിന്റെ പേര് ഇല്ലാത്ത പറയരുത്. എന്നോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് സർ പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ഇവിടെ അടുത്തുള്ള ഒരു സക്കാഫിക്കലിനെ വിളിച്ചു. ഞാൻ നമ്പർ കിട്ടിയിട്ട് സക്കാഫിക്ക് വിളിച്ചിട്ട് ആള് പറഞ്ഞു ഫോണിൽ കൂടെ എന്നെ ബന്ധപ്പെട്ടാൽ നടക്കൂല. ഞാൻ വേറൊരു ഉസ്താദിനെ വിളിച്ചു, അയാളും ഇതേപോലെ തന്നെ പറഞ്ഞത്. അപ്പൊ ഞാൻ മൂപ്പരെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി, അരിയൂർ ആ ഭാഗത്ത് എവിടെയാണ്. അപ്പൊ അവിടെ പോയപ്പോ മൂപ്പര് പറഞ്ഞു, അല്ല മൂപ്പര് അവിടെ അല്ല, ഇരിക്കും. അപ്പോ
അതിനെ പറ്റിയിട്ട് ഉസ്താദ് ഒരു വിവരം തന്നാൽ ഇപ്പൊ എനിക്ക് സാധാരണക്കാരായ മുജാഹിദ് എന്താണ് നമ്മൾ മുജാഹിദ് ചോദിക്കൂല. സാധാരണക്കാരായ മുജാഹിദാവട്ടെ പ്രത്യേകക്കാരായ മുജാഹിദാവട്ടെ നിങ്ങൾ എന്തുകൊണ്ട് സ്ത്രീകളെ ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്നു എന്ന ചോദ്യവുമായിട്ട് ജുമാഅത്ത് ജമാഅത്തിനെ ബന്ധിപ്പിക്കൂല. അല്ല, എന്തുകൊണ്ട് ബന്ധിപ്പിക്കൂല? അത് നിങ്ങൾ മുജാഹിദിനെ പറ്റി ഉണ്ടാക്കി പറയാൻ പറ്റൂല. മുജാഹിദ് അങ്ങനെ ചോദിക്കൂല. അല്ല, മുജാഹിദ് അങ്ങനെ ചോദിക്കില്ല. എന്നല്ല, മുജാഹിദ് ചോദിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞു എന്നാണ് ചോദിച്ച മുജാഹിദിനെ കൊണ്ട് വെറുതെ നമ്മൾ തരുന്നു. ഒരു മുജാഹിദിന്റെ പേരിൽ അവർ ഉന്നയിക്കാത്തൊരു ചോദ്യം ഇവിടെ ഒന്ന് കാണാൻ ചോദിക്കാം. മുജാഹിദ് ചോദിക്കുന്നുണ്ട്, മുജാഹിദ് ചോദിക്കൂല. ഉസ്താദിന്റെ വീടിൽ കിരഞ്ഞവാണെന്നുണ്ടെങ്കിൽ ഉസ്താദിന്റെ അല്ല, ഞാൻ അയാളെ വീടിന് അങ്ങോട്ട് വരാം. ഇപ്പൊ എന്തായാലും കൊണ്ടല്ലോ നടക്കൂല. എന്റെ നാട് ഉസ്താദിന് അറിയില്ല പെരിന്തൽമണ്ണ എന്നുള്ളത്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു തീരുമാനം പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതെല്ലാം പറയാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അതും ഓക്കെ, എനിക്ക് സമ്മതമാണ്. മുജാഹിദ് ചോദിക്കാത്തൊരു ചോദ്യം മുജാഹിദ് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിച്ചാൽ സമസ്തയുടെ തീരുമാനം ഇവിടെ പറയുകയില്ല. മുജാഹിദ് ചോദിച്ചതാണ്. ചോദിച്ച ആളെ കൊണ്ടുവരും. ആയിക്കോട്ടെ, ഞാൻ ആളുകൾ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അപ്പൊ അതിന് വേണ്ട മറുപടിയും തരും. അപ്പൊ ജനങ്ങൾ വിദ്യകളാണ് ജനങ്ങളൊന്നും മുജാഹിദിന്റെ പേര് ഇല്ലാത്തൊരു ചോദ്യം ചോദിച്ചതാണ്. എന്നോട് ചോദിച്ചതാണ്. അതുകൊണ്ട് ആ അടിസ്ഥാന സാധാരണക്കാരനാണ്, മുജാഹിദിന്റെ നേതാവല്ല, സാധാരണക്കാരെ ഇനി സ്ഥലം പറഞ്ഞ വല്ലപ്പോഴുള്ള മുജാഹിദിന്റെ ഒരാൾ എന്നോട് ചോദിച്ചതാണ്. ഞാൻ സ്ത്രീ ജമാഅത്തിനെ കുറിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വർത്താനം ഉണ്ടാറുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചതാണിത്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊരു തങ്ങളെ ഐതറി തങ്ങൾ പറഞ്ഞു. അപ്പൊ അയാൾ മറുപടി അല്ല, അത് അപ്പത്തെ കാര്യമാണ്. അത് ശേഷമാണ് ഞാൻ പിന്നെ സഖാഫിനോട് ചോദിച്ചത്. അപ്പൊ എനിക്ക് മറുപടി കിട്ടിയില്ല. അപ്പൊ ഉസ്താദിന് മറുപടി തരികയാണെങ്കിൽ എനിക്ക് മുജാഹിദ് ചോദിക്കൂല. അങ്ങനെ ഒരു മുജാഹിദ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെരിന്തൽമണ്ണ ഞങ്ങളെ വീട്, എന്റെ വീടും പെരിന്തൽമണ്ണക്ക് അടുത്താണ്. നാളെ മുജാഹിദിനേറ്റ് എന്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഞാൻ പെരിന്തൽമണ്ണ 2 കിലോമീറ്റർ അപ്പുറം മാനത്ത് മംഗലം ജുമാഅത്ത് പള്ളിയിൽ നാളെ 10 മണിക്ക് ഉണ്ടാവും. അപ്പൊ കൊണ്ടുവന്നാൽ മതി. ഞാൻ മുജാഹിദാണ്. അദ്ദേഹം ചോദിച്ച അതേ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താ ചോദ്യം? ഏത് മുജാഹിദ്? ഏത് മുജാഹിദ് ആശയം എല്ലാം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മുജാഹിദ് ഏതെന്നപ്പോ ഇങ്ങനെ അറിയണം. കാരണം എന്താ പറയുക, മുജാഹിദ് എന്ന് പറയുമ്പോൾ ഒരു മുജാഹിദ് കാഫിറാന്ന മറ്റേ മുജാഹിദ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആയിക്കോട്ടെ, ഞാൻ KNM ആശയക്കാരനാണ്. ഏത് KNM? ഔദ്യോഗിക KNM. ഓക്കെ, KNM എന്ന് പറയുമ്പോൾ 2 KNM ഉണ്ട്. അപ്പൊ ഔദ്യോഗികമായ അനീഫ് കായക്കൊടി, AP അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ നിലകൊണ്ടിരുന്ന ആ മുജാഹിദിന്റെ ആശയക്കാരനാണ്. നിങ്ങളെ പേര് പറഞ്ഞില്ല. സ്ഥലവും പരപ്പനങ്ങാടി. നിങ്ങളെ ചോദ്യം എന്താണ്? ചോദ്യം തന്നെ, മുജാഹിദുകൾ സ്ത്രീകളെ മറ്റേ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ എപിക്കാരായ ആളുകളെ എനിക്ക് വിശദീകരിച്ചത് നബിയുടെ ആദ്യകാലങ്ങളിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട്, എന്നാൽ ഹിജാബിന്റെ ആയത്തിന് ശേഷം സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ല. ബുഹാരിയിൽ ഹദീസുകളുണ്ട്, മറ്റേ ഇതിലിരുന്നതും അതേപോലെ കുറെ ഉണ്ട്. അതെല്ലാം നമ്മൾ വിശദീകരിക്കണം. അപ്പോ ഇങ്ങോട്ട് പറഞ്ഞെന്താ, സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത് അത്ര ഉചിതമല്ല എന്ന് ഈക്കയിലെ ആളുകൾ തന്നെ ഇഷ്ടംപോലെ പറഞ്ഞു നടക്കുന്നത് കുറെ കേട്ടിക്കണം. പ്രത്യേകിച്ച് മറ്റേ ഉസ്താദ് നബി തങ്ങൾ എടുക്കൂല എന്ന് പറയുമ്പോൾ സ്ത്രീകളെ കേട്ടിക്കണ്. ഒരു അന്യ സ്ത്രീന്റെ മുഖത്ത് നോക്കിയാൽ ഒരു ടെലിവിഷനിലൂടെ ഒരു പെണ്ണിന്റെ വാർത്ത കേൾക്കുന്ന പെണ്ണിനെ നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ മെയിൻ ചെയ്യാത്ത കഥകളൊക്കെ കുറെ ഞങ്ങൾ കേട്ട ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഈക്കെ സംസ്ഥയുടെ ഔദ്യോഗിക ഈക്കക്കാരാണ് ഈ ലീഗ് തലക്കേറ്റി നടക്കുന്ന ആൾക്കാർ. അവര് ആ ആളുകള് അല്ല മുജാഹിദുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല മുജാഹിദ്. ആ വിഷയത്തിൽ മുജാഹിദിന്റെ നിലപാടെന്താ? സ്ത്രീ അല്ല, ആ വിഷയം ഞാൻ പറയട്ടെ. ഈ വിഷയത്തിൽ നമ്മുടെ രാജ്യത്തുള്ള രാഷ്ട്രീയമായ ഭരണഘടനാപരമായിട്ട് ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ സ്ത്രീകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക, ആ സ്ത്രീകൾക്ക് ഇലക്ഷനിൽ വോട്ട് ചെയ്യുക, അതൊക്കെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളൊരു മന്ത്രിയെ ജയിപ്പിക്കും, ആ മന്ത്രി ചിലപ്പോ കള്ളിന്റെ മന്ത്രിക്കാരോ അല്ലേ? അങ്ങനെ കള്ളിന്റെ മന്ത്രിയെ ജയിപ്പിക്കാൻ ഇസ്ലാമിന് വകുപ്പുണ്ടോ? എന്താ അതിന്റെ തീരുമാനം? മുജാഹിദിന്റെ കാഴ്ചപ്പാടെന്താ? സമസ്തയുടെ കാഴ്ചപ്പാടെന്താ? അപ്പൊ മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാട്, CPMന്റെ കാഴ്ചപ്പാട്, രാജ്യത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതൊന്നും സമസ്തയുമായിട്ട് കൂട്ടിക്കെട്ടണ്ട. രാഷ്ട്രീയമായിട്ട് ഈ രാജ്യത്ത് ന്യൂനപക്ഷം എന്ന നിലക്ക് മുസ്ലിമീങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മൾ മൗനം പാലിക്കുകയോ രാജ്യത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള രൂപത്തിൽ ഒരു പക്ഷേ അതിനനുഗുണമായിട്ട് നിലപാട് സ്വീകരിക്കുകയോ ചെയ്യും. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ പൊതു സ്വഭാവവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് ഈ ആദർശ സംവാദത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം അല്ല എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ച ചോദ്യമല്ല, ഈ സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിൽ
ഈ സമസ്തയുടെ EK സമസ്തയുടെ നിലപാട് എന്താണ്? അത് അനുവദനീയമാണോ അല്ലേ എന്നതാണ്. പൊതുരംഗത്ത് സ്ത്രീകൾ പ്രവർത്തിക്കുന്നത് ശർഈയായിട്ട് അനുവദനീയം അല്ല എന്നാണ്. അപ്പൊ അല്ലല്ലേ? ഓക്കെ, അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഫമറ ഇതിപ്പത്ര വലിയ ചർച്ച ചെയ്യാനുള്ളത്. പക്ഷേ കുറെ ആളുകൾ പറഞ്ഞെന്താ അറിയോ, ഞാൻ മറ്റേ പണ്ഡിതന്മാരായ ആളുകളടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ കൊടിയും കെട്ടി ഇങ്ങനെ പായുണ്ടല്ലോ, അപ്പൊ ദീനൊന്നും പ്രവർത്തനമൊന്നും അങ്ങനെ ആവാൻ പാടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ആരത് പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആയിഷാ ബീവിയൊക്കെ ഇഷ്ടംപോലെ ഹദീസ് ഓതി കൊടുത്ത ആൾക്കാരാണ്. ഈ പ്രവർത്തിച്ചെടുക്കണം ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നതിന് കൂലിയും കിട്ടും. പിന്നെ ഞങ്ങൾ പറഞ്ഞ റസൂലുള്ളാഹിന്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടില്ല, അതിനാണ് ഞങ്ങൾ എതിർക്കണേ. നിങ്ങളൊരു ആശയം കൊണ്ടുവന്നതിനെയാണ് എതിർക്കുന്നത്. സുഹൃത്തെ, ഞാൻ പറഞ്ഞു നമ്മളെ മതത്തിന്റെ വിധിയാണ് ഞങ്ങൾ പറഞ്ഞത്. മതത്തിന്റെ വിധി രാജ്യത്ത് പൂർണ്ണമായി ഇവിടെ മുജാഹിദുകളോ സുന്നികൾക്കോ നടപ്പിലാക്കാൻ കഴിയൂല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രകാരം സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം പാടില്ല എന്നാണ്. പക്ഷെ നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ ക്യാമ്പസുകളിലും സുന്നികൾ നടത്തുന്ന ക്യാമ്പസുകളിലും മുജാഹിദ് നടത്തുന്ന ക്യാമ്പസുകളിലും ആ ഇസ്ലാമിന്റെ നിയമപ്രകാരം അല്ല നടക്കുന്നത്. ഒരുപാട് ഇഖ്തിലാത്തുൻ നിസാഇ ബിർ റിജാൽ, സ്ത്രീ പുരുഷ സങ്കലനമൊക്കെ നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല. ഒരുപാട് നമ്മുടെ ശർഇന്റെ, നമ്മുടെ ഫിഖ്ഹിന്റെ, നമ്മുടെ ദീനിന്റെ നിയമത്തിന് എതിരായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ വളരെ വ്യക്തമായ നിയമമാണ് കള്ള് കുടിക്കാൻ പാടില്ല, അല്ലേ? ഇവിടെ കള്ളിന്റെ നിയമം, കള്ളിന്റെ മദ്യനയം, ഈ വിഷയത്തിലൊക്കെ നമ്മൾ മന്ത്രിമാരെ വരെ നിയമിക്കുന്നുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു കള്ളിന്റെ മന്ത്രി ഉണ്ടാകാൻ പറ്റുമോ? അപ്പോ നിങ്ങൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് ഈ രാജ്യത്ത് നമ്മൾ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ ഭരണരംഗത്ത് നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്. അപ്പൊ നമ്മളെ നിലനിൽപ്പിന് വേണ്ടി, ഈ രാജ്യത്ത് മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ചില സംഗതികൾ നമ്മൾ മൗനം പുലർത്തും. അത് ഞാനും നീയും അല്ല തീരുമാനിക്കണം, അത് നമ്മുടെ നേതൃത്വം, സമുദായ നേതൃത്വം, മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാര്, ഖായിദെ മില്ലത്തിനെ പോലുള്ള, ഖായിദുൽ ഖൗമിനെ പോലുള്ള, അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പോലെയുള്ള, ഇസ്മായിൽ, അതുപോലെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പോലുള്ള അവരുടെ കാലം മുതൽക്കേ ചില നീക്കുപോക്കുകൾ നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നുണ്ട്. അത് അങ്ങനെയല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ രാജ്യത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും, മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. അപ്പൊ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ആവശ്യമായ നിലപാടുകൾ അതിവിടെ ചർച്ച ചെയ്യരുത്, അതിവിടെ ചോദിക്കരുത്, അത് നമുക്ക് ദോഷം ചെയ്യും. അതിവിടെ പറയും. അതേ സമയത്ത് നിങ്ങൾ പറഞ്ഞു ആയിഷാ ബീവി ഹദീസ് ഓതി കൊടുത്തിട്ടില്ലേ? ഹദീസ് ഓതി കൊടുക്കുന്നത് പൊതുപ്രവർത്തന, ഭരണപ്രവർത്തന. ആ ആയിഷ കേൾക്കുക, ആയിഷാ ബീവിയോട് ഖുർആൻ എന്താ പറഞ്ഞറിയോ? ഖുർആൻ എന്താ പറഞ്ഞറിയോ? ഖുർആൻ പറയുകയാണ്, എന്താ പറഞ്ഞത്? വഇദാ സഅൽതുമൂഹുന്ന, എങ്ങനെയാണ് ഖുർആന്റെ ആയത്തുകളെ? അല്ല, ഫസ്അലൂഹുന്ന മിൻ വറാഇൽ ഹിജാബ്. ആയിഷാ ബീവിയോട് ഒരു മസല ചോദിക്കുമ്പോ മറന്റെ പിന്നിലിരുന്നു കൊണ്ട് ചോദിക്കണം. ഇതാ ശരിക്കും ആ ഖുർആന്റെ ആയത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ ഖുർആൻ നോക്കാതെ ആയിഷാ ബീവി എന്നറിയില്ല. ഖുർആനിൽ പറയാണ്, കണ്ടോ, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നബിയുടെ ഭാര്യമാരോട് എന്ത് ചോദിക്കുകയാണെങ്കിലും കർട്ടന്റെ പിന്നിലിന്ന് ചോദിക്കാൻ പറ്റുള്ളൂ എന്നാ. ഒരു പൊതുവായിട്ട് ഇങ്ങനെ രംഗത്ത് വരാൻ പാടില്ല എന്നാ ഖുർആനായി പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ആയിഷാ ബീവിനെ നമ്മൾ പറയുന്നത് ഖുർആൻ സ്വീകാര്യമില്ല. ആയിഷാ ബീവി ഹദീസ് ഓതി കൊടുത്തിട്ടില്ലേ? ആ ആയിഷാ ബീവിയോട് നിങ്ങൾ എന്ത് ചോദിക്കുകയാണെങ്കിലും വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ, എന്ത് ചരക്ക് അവരോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിലും ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, പൊതുവായിട്ട് ഇങ്ങനെ നേർക്കുനേരെ നിന്നുകൊണ്ടേ സ്റ്റേജും ആയിഷാ ബീവി ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ മൈക്കിൽ ഇങ്ങനെ പ്രസംഗിക്കുക, പുരുഷന്മാരിങ്ങനെ ഇരിക്കുക പാടില്ല എന്നാണ്. പിന്നെ എന്ത് ചെയ്യണം? ഒരു കർട്ടൻ വേണം, ഒരു മറ വേണം. മറയുടെ പിന്നിൽ നിന്നേ അവരോട് ചോദിക്കാൻ പറ്റുള്ളൂ, അവർ സ്വകാര്യതയിൽ നിൽക്കട്ടെ. ഖുർആനായി പറയുന്നത് വഖർന ഫീ ബുയൂതികുന്ന, പെണ്ണുങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയട്ടെ.
ഖുർആനാണ് ഈ പറയുന്നത്. നബിയുടെ ഭാര്യമാർ, ഒന്ന് മൈമൂന ബീവിയും പിന്നെ ആയിഷ ബീവി, മറ്റേ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം കടന്നു വരുന്ന സമയത്ത് 2 ഭാര്യമാർ, ഒന്ന് മൈമൂന ബീവിയാണ്, മറ്റേ ഒരു ബീവി, 2 ആയിഷ ബീവി അല്ലേ. ആയിഷ ബീവിയും മൈമൂന ബീവിയും നബിയും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്ന അന്ധനായ സഹാബി ഇങ്ങനെ കടന്നു വരുന്നത്. നബി പറഞ്ഞു ഇവിടുന്ന് എഴുന്നേറ്റ് പോണം. അപ്പൊ അത് കണ്ണ് കാണാത്ത സഹാബിയല്ലേ, ആ സഹാബി ഞങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങളെ കാണുന്നില്ലെങ്കിലും അഫ അംയാവാനി അന്തുമ, നിങ്ങൾ അങ്ങോട്ട് കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഉള്ളിലേക്ക് പോകണം. ഇതാരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്. അപ്പൊ നിങ്ങളൊരു സംശയം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഒരു സംശയം നബിയുടെ കാലത്ത് ചില പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നിട്ടുണ്ട് എന്ന് ബുഖാരിയിലൊക്കെ ഉണ്ടല്ലോ എന്നാണ്. അത് ഹിജാബിനായത്തിന് മുമ്പാണ് എന്ന് ഏപ്പിക്കാർ പറഞ്ഞു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ നിങ്ങൾ വളരെ വ്യക്തമായ ഒരു ഉസൂല് അഥവാ ഹദീസുകൾ മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡം, നിങ്ങൾ ചെറിയ കുട്ടിയാണ്, പക്ഷെ എന്റെ സംസാരം നിങ്ങൾക്ക് വേണ്ടി പറയുന്ന ഈ സംസാരം ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ട്, അവരെ ഉദ്ദേശിച്ചുകൊണ്ട് പറയട്ടെ. നബിയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി, ശരിക്കും മനസ്സിലാക്കണം. നബിയുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. നബിയാണെങ്കിലോ ആ സംഭവത്തിന് എതിരിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ ഉമ്മത്തുകളായ നമ്മൾ അമല് ചെയ്യേണ്ടത് നബിയുടെ കാലത്തുള്ള സംഭവം വെച്ചിട്ടാണോ നബിയുടെ കൽപ്പന മാനിച്ചുകൊണ്ടാണോ? നബിയുടെ കൽപ്പന മാനിച്ചുകൊണ്ടാണ്. മനസ്സിലായില്ല? അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിന്ന് കുടിക്കരുത് എന്ന് പറഞ്ഞു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരിക്കൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു. ഇത് രണ്ടും ബുഖാരിയിൽ കാണാം. അപ്പൊ നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത്? നബിയുടെ പ്രവൃത്തിയെയാണോ നമ്മൾ അമലായി സ്വീകരിക്കേണ്ടത്, അതോ നബിയുടെ കൽപ്പനയെയാണോ നമ്മൾ അമലായി സ്വീകരിക്കേണ്ടത്? നബിയുടെ കൽപ്പനയാണ്, നബിയുടെ ഡയറക്ഷൻ, നബിയുടെ നിർദ്ദേശം. അപ്പൊ നമ്മൾ ഇരുന്നിട്ട് വെള്ളം കുടിക്കണം. നമ്മളിങ്ങനെ നിന്നിട്ട് വെള്ളം കുടിക്കല്ല വേണ്ടത്. നബി കുടിച്ചു എന്ന് ബുഖാരി ഉണ്ടല്ലോ എന്ന് പറയല്ല വേണ്ടത്. അതിന് അതിൻ്റെതായ വിശദീകരണം കൊടുക്കണം. എന്നതുപോലെ നബിയുടെ കാലത്ത് ചില പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നു എന്ന് ഹദീസിൽ കാണാം. അത് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാണ് എന്ന് വിശദീകരിച്ച് ഇമാമുമാരുണ്ട്. അത് നബിയുടെ കാലത്തേക്ക് മാത്രം പരിമിതമാണ് എന്ന് വിശദീകരിച്ച് ഇമാമുമാരുണ്ട്. അത് സാർവത്രികമായി മൗലികമായി സാമാന്യവൽക്കരിച്ച് പറയേണ്ടതല്ല. എന്തുകൊണ്ട്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നബിയുടെ സവിധത്തിൽ വന്നുകൊണ്ട് ഉമ്മു ഹുമൈദിനി സാഇദിയ എന്ന സഹാബി വനിത വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, ഞാൻ അങ്ങയുടെ കൂടെ അങ്ങയുടെ പള്ളിയിൽ അങ്ങയുടെ സഹാബിമാരോടൊപ്പം ഞാൻ നിസ്കരിക്കാൻ ജമാഅത്തിന് വരട്ടെയോ? നബി പറഞ്ഞു, വേണ്ട, നീ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ പോയി നിസ്കരിച്ചോ. ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ പോയി നിസ്കരിച്ചോ എന്ന് നബിയും ചില പെണ്ണുങ്ങൾ നിസ്കരിച്ചു എന്ന് പറയുന്ന സംഭവവും തമ്മിൽ പ്രത്യക്ഷത്തിൽ എതിരായാൽ നമ്മൾ ഉമ്മത്തുകൾ സ്വീകരിക്കേണ്ടതും അമൽ ചെയ്യേണ്ടതും നബിയുടെ വാക്കിനെയാണ്. നബിയുടെ കാലത്തുണ്ടായ വാക്കിയത്ത് അഥവാ സംഭവത്തെയല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവലംബിക്കേണ്ടത്. മനസ്സിലായി പറഞ്ഞത്? ഞാൻ ഒന്നുകൂടി പറയാം. ഇദാ ഖാലഫൽ ഖൗലു വൽ ഫിഅലു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽ മുത്തബഉ അൽ ഖൗൽ. നബിയുടെ കാലത്തുള്ള ഒരു വാക്കും നബിയുടെ ഒരു പ്രവർത്തനവും തമ്മിൽ പ്രത്യക്ഷത്തിൽ എതിരുണ്ടെങ്കിൽ നാം സ്വീകരിക്കേണ്ടത് വാക്കിനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇമാമുമാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞത്, പെണ്ണുങ്ങൾ അവർ പള്ളിയിൽ പോകണ്ട, നിസ്കരിക്കാൻ പള്ളിയിൽ പോകണ്ട, അവർ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ കൂടിക്കൊള്ളട്ടെ എന്ന് പറയാൻ കാരണം ഈ കാരണത്താൽ. അല്ലാതെ അവർ ഈ ഹദീസൊന്നും കാണാത്തതുകൊണ്ടല്ല, അവർ ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്ത്രീകൾ പള്ളി പറയട്ടോ ഒന്ന്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്ന കണ്ണ് കാണാത്ത സ്വഹാബി വരുന്ന സമയത്ത് അവിടെ നബിയുടെ ചാരത്തുണ്ടായിരുന്ന ഭാര്യമാർ ആയിഷ ബീവി അല്ല, ഒന്ന് ഉമ്മു സലമ ബീവിയും മൈമൂന ബീവി, രണ്ട് ഭാര്യമാരാണ്. ഞാൻ സ്ത്രീകൾ പള്ളി കയറണതൊന്നല്ല ചോദിച്ചത്. ആയിഷ ബീവി ഹദീസോദിയതല്ല. ആയിഷ ബീവി ഹദീസോദിയെന്ന് ഞാനല്ല പറഞ്ഞു, എന്നോട് പറഞ്ഞതാണ്. സ്ത്രീകൾ പൊതുരംഗത്ത് പ്രവർത്തിക്കണേന് കുഴപ്പമില്ല, ആയിഷ ബീവി അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ വാദമല്ല. എന്നോടൊരു ഈക്കക്കാരനായ ആളോട് ഞാൻ ചോദിച്ചപ്പോ, നിങ്ങളുടെ പൊതുപ്രവർത്തനങ്ങളിൽ സ്ത്രീകളുണ്ടല്ലോ, അത് മറ്റേ നിങ്ങളുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ
ഫോട്ടോ വെച്ചുകൊണ്ടാണ് അവർക്ക് പിന്തുണ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു അവർ പൊതുപ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചാൽ കൂലി കിട്ടും, അത് നല്ല കാര്യമാണ്, അത് ജനങ്ങളുടെ അവർക്ക് എളുപ്പമാക്കാനുള്ള കാര്യമാണെന്ന് അവരിങ്ങോട്ട് വിശദീകരിച്ചതാണ്. അത് എന്റെ തലയിൽ ചാർത്തിയാണ്ടുള്ള ഒരു മറുപടി, അത് ഒട്ടും ശരിയല്ല. പിന്നെ സ്ത്രീ പള്ളി പ്രവേശനം ഞാൻ ചോദിച്ചിട്ടില്ല, അത് അതിന്റെ വിശദീകരണമല്ല. ഞാൻ ചോദിച്ചിത്രേ ഉള്ളൂ, ഈ ഒരു ബിൽ നിങ്ങൾ പറഞ്ഞു നമ്മുടെ കോളേജുകളിൽ പോലും ഇങ്ങനെ ഇസ്ലാമികമായ ചട്ടവട്ടങ്ങൾ പാലിക്കാൻ കഴിയുന്നില്ല. നമ്മൾ നിയന്ത്രിക്കുന്ന കോളേജുകളിൽ നമുക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഇസ്ലാമികമായ ചട്ടവട്ടം അള്ളാഹു നമുക്ക് നൽകിയ ഒരു ചട്ടവട്ടമുണ്ട്. ആ ചട്ടവട്ടം പിന്നെ നമ്മൾ എവിടെ കൊണ്ടുപോയാ പാലിക്കേണ്ടത്? നമ്മൾ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളല്ലാതെ പിന്നെ ആരാ അത് പാലിക്കേണ്ടത്? പ്രിയ സഹോദരൻ, നിങ്ങൾ സംശയം ഇപ്പൊ ലാസ്റ്റ് എന്താ പറഞ്ഞിട്ട് ആളുടെ സംശയങ്ങൾ ഇപ്പോ പറയുമ്പോൾ പറഞ്ഞ ഒന്നും അല്ല നിങ്ങൾ സംശയം എന്താണ്, നിങ്ങൾ സംശയം ഇപ്പൊ എന്താണ് തീർത്ത് പറയും. ഇതാദ്യം വിചാരിച്ചതാണ്, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചോദ്യകർത്താവിന് ഇങ്ങനെ ഇതാക്കുന്നത് ഉറപ്പാണ്. അത് വേറെ വിഷയം. അത് നമ്മൾ ആവണ സംവാദം കണ്ടപ്പോൾ മനസ്സിലായല്ലോ നമുക്ക്. അതൊന്ന്. രണ്ട്, ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, സ്ത്രീകൾ പൊതു പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉസ്താദ് നേരത്തെ വിശദീകരിച്ചു, നമുക്ക് ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും നമുക്ക് പാലിക്കാൻ ഇവിടെ കഴിയുന്നില്ല, നമ്മൾ ഭരിക്കുന്ന കോളേജുകളിൽ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി കഴിഞ്ഞോ? അത് ക്ലിയർ ആയോ? ഏത് ചോദ്യം? നിങ്ങൾ ആദ്യം ചോദിച്ചത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് മറുപടി പറഞ്ഞില്ലേ, അത് ക്ലിയർ ആയോ? അപ്പൊ അത് ഞങ്ങൾ പ്രവർത്തകന്മാർക്ക് വേറൊരു വാദം, ഉസ്താദുമാർക്ക് വേറൊരു വാദം. അത് ഏത് പ്രവർത്തകൻ പറഞ്ഞു? ഒരു പ്രവർത്തകന്മാർ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണോ? അപ്പൊ അതെല്ലാം ഉറപ്പായില്ലേ? അത് ആയിരിക്കും. അതൊരു പ്രവർത്തകൻ സാധാരണക്കാരൻ എന്ത് അതിനാണല്ലോ എഴുതി വെക്കുന്നത്. ആ തെറ്റിദ്ധാരണ തിരുത്താൻ തന്നെയാണല്ലോ ഞങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഏതൊരു ഉസ്താദുമാരോ ഞങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത് എന്താ വെച്ചാല്, നിങ്ങൾ ചോദിച്ചതിന് സ്ത്രീകളെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങളുടെ നമ്മളെ കുറെ പണ്ഡിതന്മാരെ ഫോട്ടോ വെച്ചിട്ടാണ് വോട്ടിന് ചേർന്നത്. ഫ്ലെക്സിൽ ഞാൻ പറഞ്ഞത് സമസ്ത കേരള ജമിയത്തിലുള്ള ഒരു പ്രവർത്തകന്മാരും പ്രവർത്തകന്മാർ SKSന്റെ പ്രവർത്തകന്മാർ ഔദ്യോഗികമായിട്ട് എവിടെയും SKSന്റെ ബാനറിൽ എവിടെയും ഒരു പെണ്ണിന്റെ ഫോട്ടോ വെച്ച് കാണിക്കാൻ കഴിയില്ല. SKSന്റെ അല്ല, പിന്നെ ഞങ്ങൾ SKS അല്ലേ, പിന്നെ തങ്ങളെ ഫോട്ടോ ഉണ്ട്, തങ്ങളെ ഫോട്ടോ ഉണ്ട്. സഹോദര, നിങ്ങൾക്കറിയില്ലേ ലീഗ് രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൽ സ്നാപകങ്ങളുണ്ട്, ബാഫക്കീത്തങ്ങളുണ്ട്, അറിയില്ലേ? അവരൊന്നും തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് സമസ്തന്റെ നേതാക്കന്മാരായിട്ടല്ല, അതും അറിയണ കാര്യമില്ലേ? ഇതൊക്കെ എല്ലാവർക്കും അതാണ് അർത്ഥം ചോദിച്ചത്. നിങ്ങൾ ഇപ്പൊ ഇവിടെ നാട്ടിൽ ഇവിടെ ഇനി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന ഒരു MLA നിലവിൽ കള്ള് വകുപ്പിന്റെ മന്ത്രിയാണെങ്കിൽ അയാളോട് തെരഞ്ഞെടുപ്പിന് മത്സരിച്ച വോട്ട് ചെയ്യോ? മുജാഹിദ് വോട്ട് ചെയ്യോ? ഞാൻ ചോദിച്ചത് അത് ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞിട്ട് അല്ല, നീയേ ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ. ഞങ്ങൾ ആദ്യം പറഞ്ഞ നിങ്ങൾ മുൻഗണന മയ്യത്താവണ്ട. ഇത്രയും നേരത്തെ ഉസ്താദ് നല്ലവർക്ക് വിശദീകരിച്ചെന്ന് ഞങ്ങളുടെ തീരുമാനം എന്താണ്, നിലപാടും ഇവിടെ ഞങ്ങളുടെ വിഷയം അതല്ലാഞ്ഞിട്ട് പോലും ഇതൊരു മുജാഹിദ് സഹോദരനാന്ന് പറഞ്ഞപ്പോ നിന്റെ തെറ്റിദ്ധാരണ തീർന്നോട്ടെ ഇത്രയും നിലക്ക് പണ്ഡിതോചിതമായി വളരെ വ്യക്തമായി വിശദീകരിച്ചു തന്നിട്ടും അപ്പൊ നിനക്ക് അപ്പാതല്ല ചോദ്യം. നിന്റെ ചോദ്യം എന്തായിരുന്നു? സ്ത്രീകൾ പൊതുരംഗത്തിൽ മത്സരിക്കുന്നതിനെ കുറിച്ച്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അത് പറഞ്ഞു തന്നു. അത് പറഞ്ഞു തന്നെ കോളേജിൽ നടക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. മുജാഹിദ് കോളേജ് നടക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. ഓരോ മുജാഹിദിന്റെ കോളേജിൽ നടക്കുന്ന വിഷയം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ആ ശൈലിക്കല്ല ഇവിടെ വന്നിട്ടുള്ളത്, അറിയോ? അതിനല്ല ഞങ്ങൾ വന്നത്. മാന്യമായിട്ട് ചോദിച്ചാൽ മാന്യമായി കൊണ്ടുവന്നില്ലേ. എത്ര നേരം ഞങ്ങളെ വിഷയം അതെല്ലാം പറഞ്ഞു. നിങ്ങൾ സ്ത്രീ ജമാഅത്തുമായിട്ട് ചോദിച്ചോളൂ പറഞ്ഞു. അപ്പോൾ ഞാനൊരു മുജാഹിദാണ് പറഞ്ഞപ്പോ മാന്യമായ നിലക്ക് ഇത്രയും വിശദീകരിച്ച് തന്നപ്പോ വിഷയം മാറുക. എന്നിട്ട് പറയാ ചോദ്യകർത്താവിനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുക. ആവളിൽ കണ്ടത് എന്താ ആവളിൽ എന്തുണ്ട് എന്ന് പറഞ്ഞ ആവളിൽ എന്തുണ്ട് എന്ന് പറയാം. അതെ, ആവളിൽ കണ്ട് ഞങ്ങൾ കണ്ടു, എല്ലാരും കണ്ടു. ആവള സംവാദം കഴിഞ്ഞപ്പോ ഒരു മുജാഹിദ് പണ്ഡിതൻ അൽഹംദുലില്ലാ സമസ്ത കേരള ജമിയത്തിലേക്ക് കടന്നു വന്ന സഹോദര. എന്തുകൊണ്ടാ കടന്നത്? ആവള കണ്ടോണ്ടാ. അതൊന്നും പറയണ്ട. അതൊന്നും പറയണ്ട. അത് ആവള പറഞ്ഞൊക്കെ പറഞ്ഞാണ്. നിനക്ക് ചോദിക്കാൻ ആദർശമായിട്ട് ചോദിക്കാൻ പറയാം. എന്റെ ചോദ്യം ഇപ്പോൾ അവിടെ അവശേഷിക്കാണ്. ഏത്? സ്ത്രീകൾ പറഞ്ഞ മസർ പറഞ്ഞില്ലേ? അപ്പൊ അതിപ്പോ അതിനെതിരാണ് അങ്ങനെ മത്സരിപ്പിക്കാൻ പറഞ്ഞോളൂ. പിന്നെന്താ കഴിഞ്ഞു? പിന്നെ മുജാഹിദുകൾ അങ്ങനെ ചോദിക്കൂല എന്ന് പറഞ്ഞ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് വേറെ മൂപ്പരോട് പറഞ്ഞല്ലോ, ഞങ്ങൾ തീർത്തോളാം. നിങ്ങളെ സംശയം കഴിഞ്ഞോ? അല്ല, അതന്നെ, അത് നമ്മളെ സംശയമുണ്ട്. ഞാൻ ഒരു മുജാഹിദുകാരനാണ്. ഏത് മുജാഹിദ് എന്തും ചോദിക്കാൻ പുറപ്പെടേണ്ട ലക്ഷ്യമൊന്നുമില്ല. ഈ മുജാഹിദ് വന്നിട്ട് വേറെ ഇപ്പൊ പകലാണല്ലോ, നിങ്ങൾ എന്താ ചെയ്യാം? നിർവാഹമില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു ഒരു യഥാർത്ഥ മുജാഹിദ് ആ ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ല, ഉണ്ടാവൂല.
ഒരു കാര്യമില്ല. കാരണം മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് വിഷയത്തിൽ മുജാഹിദ് സംസ്ഥ എതിർപ്പില്ല. നിങ്ങൾ ലീഗിനെ താങ്ങി വെക്കുന്നില്ലേ? സംസ്ഥ അത്ര നമ്മളെ ലീഗിന്റെ അതിന്റെ സംസ്ഥയ്ക്കുള്ളൂ. ലീഗിന് സമസ്ത കേരള ജമിയത്തുലമയ്ക്ക് ഒരു ഔദ്യോഗികമായിട്ട് രാഷ്ട്രീയ പാർട്ടിയില്ല. അത് സമസ്ത എപ്പോഴും പറയണല്ലേ. എന്തിനാ അവർക്ക് വേണ്ടാത്ത വിഷയങ്ങളാണ് ഇവിടുന്ന്. ഇവിടെ എന്താ സംഭവിക്കുന്നവരോ നിങ്ങൾ കണ്ടങ്ങള് ഇവിടെ സംഭവിക്കുന്നവരോ ഒരു ഏപ്പിക്കാരന് അവരുടെ ആദർശപരമായ കാര്യം ചോദിക്കാൻ ഇല്ല. ഒരു മുജാഹിദിനെ ഇവിടെ നബിദിനാഘോഷത്തിൽ ചർച്ച വെച്ചു, എന്താ ചോദിക്കാൻ കഴിയാത്തത്? കഴിയില്ല. ആദർശപരമായി കൊണ്ടൊരു ചോദ്യം ചോദിക്കാൻ എസ്കേസിനോട് ഒരു ഇവിടുത്തെ മുജാഹിദിന് കഴിയില്ല, ഒരു കാന്തൂരി ഭാഗത്തിന് കഴിയില്ല. അപ്പൊ പിന്നെ പണി എന്താ അറിയോ? ഈ പരിപാടി എങ്ങനെ കൊളാക്ക, സംവരണം, മെട്രോ, എന്താ ചെങ്ങന്മാര് ഈ സംവരണം പഞ്ചായത്ത് രാജ് അനുസരിച്ചുകൊണ്ടാണ്, അല്ല സമസ്തന്റെ നിലപാടനുസരിച്ചുണ്ടല്ല. അത് പഞ്ചായത്ത് രാജാണ്. അത് കേരളത്തിന് എന്താണ് ഇതൊക്കെ വയലുവരുടെ ഗതികേട് നമുക്ക് ഉണ്ടായല്ലോ. ഞാൻ ചോദിക്കേണ്ടത് നബിദിനമായിട്ട് വല്ലതുണ്ടോ? ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട വല്ലതുണ്ടോ? തവസ്സുലുമായി ബന്ധപ്പെട്ട വല്ലതുണ്ടോ? ഫുതുബയെ കുറിച്ച് ബന്ധപ്പെട്ടുണ്ടോ? നിങ്ങൾ ഞങ്ങളെ കുറിച്ച് കാഫറാണ് എഴുതി വെക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട വല്ലതുണ്ടോ? ഉണ്ടോ? ചോദിക്കുന്നു. അതൊക്കെയല്ലേ ചോദിക്കേണ്ട സുഹൃത്തെ. ഞാൻ പറഞ്ഞല്ലോ, SKSന്റെ പ്രവർത്തകന്മാർ ആരും തന്നെ SKSന്റെ കൊടിയും പിടിച്ചിട്ടോ SKSന്റെ ലേബലോ ഇവിടെ ആരും മത്സരിക്കുന്നില്ല. ഉണ്ടെങ്കിലല്ലേ ഈ കാര്യം ചെയ്യിക്കുന്നുള്ളൂ. ചെറുഷേസാന്റെ ഫോട്ടോ വെച്ചിട്ട് അടിയിൽ SKS പരപ്പനങ്ങാടി യൂണിറ്റ് കമറുൻ നിസാനെ വിജയിപ്പിക്കണം ഉണ്ടോ? പറമോനെ ഉണ്ടെങ്കിൽ പറയേ, ഉണ്ടെങ്കിലല്ലേ അത് സഹോദര ചോദിക്കണ്ടല്ലോ. ചോദിക്കാൻ കാരണം എന്താ അറിയോ? ഞാൻ ഒരിക്കലും ചോദിക്കാൻ വിചാരിച്ചു വന്ന ആളല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ നേരത്തെ ഒരു ചങ്ങാതി വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സംശയം ഉന്നയിച്ചപ്പോൾ അതിന് വ്യക്തമായൊരു മറുപടി നിങ്ങൾ കൊടുത്തിട്ടില്ല. അത് കിട്ടുകയാണെങ്കിൽ അതെ സുഹൃത്തെ, ഞങ്ങൾക്ക് ചോദ്യോത്തരം നന്നായിട്ട് അറിയാം. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു അവസ്ഥ അറിയും. അതനുസരിച്ചുകൊണ്ട് ഞങ്ങൾ പറയാം. കാരണം ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ ഈ പഞ്ചായത്ത് രാജ് പറയാനോ നിയമസഭ പറയാനോ എന്നതല്ല. ഇവിടെ നമുക്കറിയാം ഇവിടെ വിഷയം ഉണ്ടായത് എന്താ. ഇവിടെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായി. അത് തീർക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതോ അതുപോലെയുള്ള ആദർശപരമായ വിഷയങ്ങൾ ചോദിക്കാനാണ്, അത് പറയാനാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അല്ലാതെ ഇവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ പറയാനല്ല. ഇത് ചോദിച്ച സ്ഥിതിക്ക് മാന്യമായിട്ട് പറഞ്ഞെന്നല്ലേ. ആ വിഷയം ഇവിടെ അവസാനിച്ചല്ലോ. ഇനി വേണ്ട, ഇനി ഇവർക്ക് മറുപടി കൊടുക്കേ. എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എനിക്ക് ആ വിഷയം മനസ്സിലാക്കണം. കഴിഞ്ഞു പോകാൻ അത്രേ ഉള്ളൂ. ഈ വിഷയത്തിലേക്ക് അത്രേ ഉള്ളൂ. ഞാൻ എന്റെ കഴിഞ്ഞു, ഇനി അവസാനിപ്പിക്കുക. അനക്ക് ആദർശമായിട്ട് ചോദിക്കണ്ടോ? നിൽക്കുക. ആദർശമായിട്ടുള്ള ചോദിക്കണ്ടോ? ചോദിക്കുക. അങ്ങനെ ഒരാൾ ഒരു ഈ നല്ല സത്യവിശ്വാസിയുടെ ഒരു ഭാര്യ അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ആ മത്സരിക്കുന്ന ആളെ പറ്റിയുള്ള വിധി എന്താണ്? അത് ഇസ്ലാമില് ആ മത്സരിക്കുന്ന ആൾക്ക് നമ്മൾ വോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, ആരായാലും വോട്ട്, അതിനെ പറ്റിയുള്ളത് എന്താ? എന്നോട് ഞാൻ പറഞ്ഞു ആദർശമായിട്ടുള്ള ചോദിക്കണ്ടോ. അപ്പൊ എനിക്ക് സ്ത്രീ പള്ളിപക്ഷത്തിൽ തർക്കില്ല, ഫുതുബയെ കുറിച്ച് തർക്കില്ല, നബിദിനാഘോഷത്തെ കുറിച്ച് തർക്കില്ല. അൽഹംദുലില്ലാ പരപ്പനങ്ങാടിയില് ഒരു മുജാഹിദിനും നബിയെ കുറിച്ച് ചോദിക്കാനില്ല, സ്ത്രീ പള്ളിപക്ഷത്തെ കുറിച്ച് ചോദിക്കാനില്ല, ഫുതുബയുടെ ഭാഷയെ കുറിച്ച് ചോദിക്കാനില്ല, തവസ്സുലിനെ കുറിച്ച് ചോദിക്കാനില്ല, ഇസ്തിഹാസയെ ചോദിക്കാനില്ല. അപ്പൊ പിന്നെ സംവരണം പാടവിടെ വാർത്ത വരും. സദസ്സോടരുത് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, മാന്യമായിട്ട് കാര്യം ചെയ്യുന്നുണ്ട്. അതെ, അത് മുമ്പ് പറഞ്ഞത് ചോദ്യോത്തരത്തിന് വേറെ ചോദിക്കാനുള്ള പരിധി വെക്കണം. നമ്മളെന്തറിയോ ഈ പരിധിന് അതെ അദ്ദേഹം നല്ല അഭിപ്രായം പറഞ്ഞത്. പക്ഷെ എന്താ അറിയോ, നമ്മൾ പരിധി വെക്കാത്തത്. പരിധി വെച്ച് നാളെ വരും പറയും ഒരു വലിയ മുട്ടിപ്പ് എന്തായി നിർത്തിയാണ്. അത് വരേണ്ട നിങ്ങൾ പറഞ്ഞ സന്തോഷമുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താൽ നാളെ അതൊക്കെ നേരെ ഇതെങ്കിലും എത്ര നല്ലതൊക്കെ എംപിസാണ് വിശദീകരിച്ചിട്ടും പിന്നെ അതിനെ ഇപ്പൊ നേരത്തെ സഹോദരൻ ചോദിച്ചു, എത്ര മാന്യമായിട്ട് അദ്ദേഹം ചോദിച്ചു, നമ്മൾ മറുപടി എടുത്തു, അദ്ദേഹം സന്തോഷത്തോടെ കേട്ടിരുന്നു. അതല്ല രീതി. അദ്ദേഹം പറഞ്ഞോ മുജാഹിദ് അനുഭവം, നമ്മൾ എന്തേലും പറഞ്ഞു മുജാഹിദ് അനുഭവം എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞല്ലോ. അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെടുത്തു. കുറ്റാടിനൊരു സഹോദരൻ വന്നു, ഒന്ന് ചോദിച്ചു മറുപടി കൊടുത്തു, രണ്ട് ചോദിച്ചു മറുപടി കൊടുത്തു, മൂന്ന് ചോദിച്ചു മറുപടി കൊടുത്തു. അതല്ല രീതി. വിഷയങ്ങൾ പഠിക്കാമെന്ന് അങ്ങനല്ലേ ചെയ്യേണ്ടത്. ഇത് വെറുതെ ഈ സമയം തീർക്കാൻ വേണ്ടി എത്ര നല്ലവർക്ക് ചോദിക്കേണ്ട ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ് ഒരു സഹോദരൻ വന്നിട്ടുണ്ട്. സർവാർത്ഥന സ്വാഗതം. എനിക്ക് ഒരു സംശയം, രണ്ട് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. എന്റെ ഷറഫുദ്ദീൻ കരപ്പാടി ബീച്ചിലാണ്. മറ്റേ രണ്ട് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അതില് ഫസ്റ്റ് ഞാൻ ഒരു മുജാഹിദ് ആശയക്കാരനാണ്, ISM വിഭാഗം മടവൂർ വിഭാഗം. അപ്പോൾ എനിക്ക് ഉള്ള ഒരു സംശയം രണ്ട് സംശയം ഉണ്ട്. അതിൽ ഒന്നാമത്തെ സംശയം, അള്ളാഹു ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാണ് ശിർക്ക്. ശിർക്കിനോളം വലിയൊരു പാപം വേറില്ല എന്നുള്ളതാണ് എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നതും മനസ്സിലാക്കിയത്. ആ കാര്യത്തിൽ നമ്മൾ മനുഷ്യന്മാർ വ്യക്തിപരമായിട്ട്
നമ്മൾ മനുഷ്യന്മാര് വ്യക്തിപരമായിട്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും. അത് നമ്മൾ ചിലപ്പോൾ കളവ് നടത്തും, കളവ് പറയും, അതുപോലെയുള്ള ചിലപ്പോൾ വ്യഭിചാരം, അതേപോലെ മനുഷ്യൻ വഞ്ചന ആ രീതിയിലുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും. ഈ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോടാണ് പൊറുക്കലിനെ തേടേണ്ടത്? അള്ളാഹുവിനോട് മാത്രമാണോ പൊറുക്കലിനെ തേടേണ്ടത്? അതല്ല അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾ, മറ്റുള്ള ആളുകളോട് നമ്മൾ ഈ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി പൊറുക്കലിനെ തേടാൻ പറ്റുമോ? പാപങ്ങൾ നല്ലൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അഥവാ നമ്മൾ മനുഷ്യന്മാര് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ തെറ്റിന്റെ ആൾക്കാരാണ്. ആരും മഅ്സൂമികളായിട്ടൊന്നും ആരും ഇല്ല. അമ്പിയാക്കളും മലായികത്തുകളും മാത്രമാണല്ലോ ഇസ്മത്തുള്ള ആൾക്കാർ. ഔലിയാക്കൾക്ക് മഹ്ഫൂലിങ്ങളാണെന്ന് മാത്രം. അപ്പോ നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റ് പൊറുക്കാൻ വേണ്ടി ചോദിക്കേണ്ടത് അള്ളാഹുവിനോടല്ലേ? ഔലിയാക്കള് അമ്പിയാക്കളോടൊക്കെ അത് പുറത്തു തരാൻ വേണ്ടി ചോദിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വളരെ വ്യക്തമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ മറുപടി, ദീനുൽ ഇസ്ലാമിന്റെ മറുപടി, സ്രഷ്ടാവ് എന്ന അർത്ഥത്തിൽ പുറത്തു തരണേ എന്ന് പറയുന്നത്, റബ്ബ് ഇലാഹ് എന്ന ആ പദവിയിൽ പുറത്തു തരണേ എന്ന് പറയുന്നത് അത് അള്ളാഹുവിനോട് മാത്രമേ പറ്റുള്ളൂ. ഒരു നബിയോടും പറ്റൂല. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു നബിയോടും വലിയനോടും അത് ചെയ്യൂല. ഇനി അള്ളാഹു പുറത്തു തരാൻ വേണ്ടി ശഫാഅത്ത് ചെയ്യണേ എന്ന അർത്ഥത്തിൽ സങ്കടം പറയും. എന്റെ പാപങ്ങൾ ഞാൻ അങ്ങയോട് സങ്കടം പറയുന്നു നബിയെ. ഉദാഹരണം പറയാം, മങ്കൂസ് മൗലിദാണ് നമുക്ക് ഏറ്റവും പരിചയമുള്ളത്. അതിലെന്താ പറയുന്നത്? ഇർതകബ്തു അലൽ ഖതാ വൈറ ഹസിരിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി, നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണെന്ന് എപ്പോഴും പറയാൻ തയ്യാറുള്ള ആൾക്കാരാണല്ലോ ഞാനും നിങ്ങളൊക്കെ. നബിയെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങയോട് ഞാൻ സങ്കടം പറയുന്നു നബിയെ, ഈ കാര്യം അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു നബിയെ എന്ന് റസൂലിനോട് പറയാൻ പറ്റുമോ? അത് പറ്റും. ശഫാഅത്ത് ചോദിക്കുക എന്ന അർത്ഥത്തിൽ നബിയോട് അങ്ങനെ പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നബിയെ, അങ്ങ് എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണേ, എന്റെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് അങ്ങ് ശഫാഅത്ത് ചെയ്യണേ എന്ന അർത്ഥത്തിൽ നബിയോട് പാപങ്ങളെ കുറിച്ച് സങ്കടം പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറയുന്നത് നല്ലതാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, ഹദീസ് നമ്മളെ പഠിപ്പിച്ചു. ഞാൻ ഒരു സാമ്പിളും കൂടി പറയാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബിയോട് പറയുന്നുണ്ട്, സഹീഹുൽ ബുഖാരിയിലുള്ള വിഷയമാണ്, നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതൂബ് ഇലല്ലാഹി വ ഇലൈക യാ റസൂലല്ലാഹ്. നബിയെ, ഞാൻ അള്ളാഹുവിനോടും തൗബ ചെയ്യുന്നു, അങ്ങയോടും തൗബ ചെയ്യുന്നു. ഇത് പറ്റുമോ? ഇവിടെ ആയിഷ ബീവി റസൂലുള്ളാഹിനോടാ പറയുന്നത്. നബി പറഞ്ഞോ അത് ശിർക്കാണ്? കാരണം ഇത് പറയുന്ന ആള് ആയിഷ ബീവിയാണ്, ഇത് കേൾക്കുന്ന ആള് റസൂലുള്ളാഹിയാണ്, അവിടുത്തെ സദസ്യരായ ആളുകൾ സഹാബിമാരാണ്. അവർക്ക് എല്ലാവർക്കും അറിയാം ആയിഷ ബീവി പറയുന്നത് ഏതർത്ഥത്തിലാണ്. നബി ഒരു പർച്ചമ്പുരാനാണ്, നബി ഇലാഹാണ്, നബി റബ്ബാണ്. ആ ഒരു നിലവാരത്തിലും വിധാനത്തിലുമായിട്ടാണ് ആയിഷ ബീവി ഇത് പറയുന്നത് എന്ന് ആയിഷ ബീവിയുടെ മനസ്സിലുമില്ല, കേൾക്കുന്ന റസൂലുള്ളാഹിന്റെ മനസ്സിലുമില്ല, അത് മനസ്സിലാക്കിയ സഹാബത്തിന്റെ മനസ്സിലുമില്ല, അത് റിപ്പോർട്ട് ചെയ്ത ബുഖാരി ഇമാമിനും അങ്ങനെ മനസ്സിലായിട്ടില്ല, ലോകത്ത് ഒരു മുസ്ലിമിനും മനസ്സിലായിട്ടില്ല. അപ്പൊ ഇത് പറയുന്നവൻ ഏതർത്ഥത്തിൽ പറയുന്നു എന്നാ, അതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. പറയുന്നവൻ ഏതർത്ഥത്തിൽ പറയുന്നു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഞാനില്ലായിരുന്നുവെങ്കിൽ അബൂ ത്വാലിബിന് നരകത്തിൽ ഇളവ് ലഭിക്കുമായിരുന്നില്ല. അപ്പൊ ഞാനാണ് അബൂ ത്വാലിബിന് ഇളവ് കൊടുത്തത്. എന്താ അതിനർത്ഥം? ഞാനതിന്റെ സബബാണ് എന്നാ, ഞാനതിന്റെ ഒരു കാരണമാണ് എന്നാ. അപ്പൊ കാരണം എന്ന അർത്ഥത്തിൽ നബിയെ, എന്റെ പാപങ്ങൾ അങ്ങയോട് ഞാൻ സങ്കടം പറയുന്നു നബിയെ, എന്റെ പാപം ഞാൻ അങ്ങയോട് സങ്കടം പറയുന്നു നബിയെ, അങ്ങ് എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം നബിയെ എന്ന് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. ബുഖാരിയുടെ ഹദീസ് എങ്ങനെയുള്ളത്? ഫഖുൽതു, ആയിഷ ബി പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതൂബ് ഇലല്ലാഹ്
ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു, വ ഇലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിലേക്കും ഞാൻ തൗബ ചെയ്യുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിലേക്ക് തൗബ ചെയ്യാൻ പറ്റും. ഇവിടെ ആയിഷാ ബീവി എന്താ ചെയ്തത്? ആയിഷാ ബീവി മുശ്രിക്ക? നമ്മളെ ചോദ്യം അതാണ്, ആയിഷാ ബീവി മുശ്രിക്കാണോ? ആയിഷാ ബീവി മുശ്രിക്കല്ലെങ്കിൽ എന്തുകൊണ്ടല്ല? ആയിഷാ ബീവി റസൂലിലേക്ക് തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഞാനൊരു തെറ്റ് ചെയ്തത് നബിയെ അങ്ങയോട് സങ്കടം പറയുന്നു, അങ്ങ് വേണ്ടി ശഫാഅത്ത് ചെയ്യണം, ആ അർത്ഥത്തിലാണെങ്കിൽ അത് കുഴപ്പമില്ല. അത് സ്വഹാബത്ത് അനുവർത്തിച്ചതാണ്, അത് നബി പ്രോത്സാഹിപ്പിച്ചതാണ്, അത് മുൻഗാമികളായ മുസ്ലിമീങ്ങൾ മുഴുവൻ പ്രവർത്തിച്ചതാണ്. നമ്മളിതിനെ എതിർക്കാൻ പോകുന്നു? ഈ പറഞ്ഞ രീതിയിലായി കഴിഞ്ഞാല്, അതായത് ഷിർക്ക് എന്താണ് എന്നുള്ളത് ഷിർക്കിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഉസ്താദിന്റെ മറുപടി എന്നത്. കാരണം റസൂല് അള്ളാഹുവിന്റെ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ് ഷിർക്ക് വളരെ പൊറുക്കപ്പെടാത്ത പാപമാണ്. ഉസ്താദ് അത് സംഭവിക്കുകയും ചെയ്തു. അതായത് ഷിർക്ക് പൊറുക്കപ്പെടാത്ത പാപമാണ്, മുസ്ലിം ലോകത്ത് ആരും അത് ചെയ്യുന്നില്ല. പക്ഷെ അതേ ഉസ്താദിനെ പറയും ചെയ്ത് റസൂലിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ, നമ്മൾ പൊറുക്കലിനെ തീർന്നതിൽ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത്. എനിക്ക് ഈ രണ്ട് സംശയമുള്ളത്. സംശയത്തിന്റെ യാതൊരു അവകാശവും അതിലില്ല. ശിർക്ക് മഹാപാപമാണ്, ഇത് ശിർക്കല്ല. ഇത് ശിർക്കാണെന്നല്ല പറയുന്നത്, ശിർക്ക് എന്ന് പറയുന്നത് മഹാപാപം. പക്ഷെ ഈ പറഞ്ഞത് എന്തല്ല? ശിർക്കല്ല. ശിർക്കല്ലാത്ത ഒന്നിനെ ശിർക്കാണെന്ന് പറയുന്നതാണ് വലിയ തെറ്റ്. നമ്മുടെ മുജാഹിദുകൾക്ക് എന്താ തെറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആരോടും പറയാം, മുജാഹിദെ നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു റസൂലും ശിർക്കല്ല എന്ന് പരിചയപ്പെടുത്തിയ കാര്യം നിങ്ങൾ ശിർക്കാണ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ യുഹില്ലൂന മാ ഹറമല്ലാഹ് വ യുഹർരിമൂന മാ ഹല്ലലല്ലാഹ്. അല്ലാഹ് ഹലാലാണ്, റസൂല് ഹലാലാണെന്ന് പറഞ്ഞതിനെ മുജാഹിദ് ഹറാമാക്കുന്നു, ശിർക്കാക്കുന്നു. അപ്പൊ ഇത് ശിർക്കലയിലാണ് ഞാൻ ആയിഷാ ബിയുടെ സംഭവം പറഞ്ഞത്. ആയിഷാ ബി റസൂലുള്ളാഹിനോട് പറയാണ്, റസൂലേ ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു, റസൂലേ ഞാൻ റസൂലിലേക്കും തൗബ ചെയ്തു മടങ്ങുന്നു. അത് ശിർക്കാണോ? അത് ശിർക്കല്ല. ശിർക്കല്ലാത്ത ഒന്നിനെ സുഹൃത്തെ ശിർക്കാണെന്ന് പറയാൻ പാടില്ല. ഇസ്ലാമിൽ ശിർക്കല്ലാത്ത ഒന്നിനെ ശിർക്കാണെന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ പിടിക്കും. അള്ളാഹു പിടിക്കടാ, നീ എന്റെ ദീനിൽ ശിർക്കല്ല എന്ന് ഞാൻ പഠിപ്പിച്ച, എന്റെ ഹബീബ് പഠിപ്പിച്ച, എന്റെ ഉമ്മത്ത് മനസ്സിലാക്കിയ ഒരു ആശയത്തെ നീ ശിർക്കാണെന്ന് പഠിപ്പിച്ചില്ലേ, നീ ശിർക്കാണെന്ന് പ്രചരിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അവനെ ചോദ്യം ചെയ്യും. അതിന് മാരകമായ ശിക്ഷ പടച്ചോൻ കൊടുക്കും. മുജാഹിദുകളൊന്നും പരലോകത്ത് വെറുതെ കഴിച്ചിടാമെന്ന് വിചാരിക്കണ്ട. ശിർക്കല്ലാത്ത ഒന്നിനെ ശിർക്കാക്കിയവരാണോ അവര്, ഹലാലിനെ ഹറാമാക്കിയവരാണ് അവര്. ഇപ്പൊ എന്നോട് ആ ലാപ്ടോപ്പ് നോക്കിയിട്ട് ഞാനൊരു ഇബാർത്ത് കണ്ടെത്തുക എന്നുള്ളത് എനിക്ക് അള്ളാഹു ഹലാലാക്കി തന്നൊരു കാര്യമാണ്. അതിനെ ഒരാൾ വന്നിട്ട് പറയാ അത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഹലാലിനെ ഹറാമാക്കിയവൻ ഗൗരവപ്പെട്ട തെറ്റാണത്. ആ തെറ്റിൽ നിന്ന് മുജാഹിദ് പിൻവാങ്ങണം എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ ഒരിക്കലും നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ശിർക്ക് മഹാപാതകാണ്, പക്ഷെ ഇത് ശിർക്കല്ല. ഇത് ശിർക്കല്ല, ഇത് ശിർക്കല്ല, ഇത് ശിർക്കുമല്ല. അതായിരുന്നു പറഞ്ഞു. അല്ല, ഞാൻ ഇതിൽ തൃപ്തനല്ല. കാരണം എന്താ വെച്ചാല് ഷിർക്കിന്റെ ഒരു കണിക പോലും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ. ആയിഷാ റളിയല്ലാഹു റസൂലിനോട് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിട്ട് എനിക്ക് അത്ര തന്നെ കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ഞാൻ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്, നമ്മളൊരു വ്യക്തിനോട് ചെയ്യുന്ന എന്തെങ്കിലും പാപങ്ങൾ ആ വ്യക്തിനോട് പൊരുത്തപ്പെടാൻ വേണ്ടി പറയുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നുള്ളതിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃപ്തനല്ല എന്ന് പറയാൻ കാരണം എന്താണ്? തൃപ്തനല്ല എന്ന് പറഞ്ഞാൽ ഷിർക്കിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ആയിഷാ റളിയല്ലാഹു ഹദീസ് ബുഖാരിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അത്തൂബ് ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ തൗബ ചെയ്യുന്നു. അപ്പൊ ആയിഷാ ബി മുശ്രിക്കാണോ? ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ല, അതാണ് ചോദിക്കണേ. ഹദീസിൽ ഉണ്ട്, ഞാൻ പറഞ്ഞു ഉണ്ട്, ഹദീസിലുണ്ട്. എന്നോട് ചോദിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നീ പറഞ്ഞ ഹദീസിലുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞങ്ങൾ ചോദിക്കല്ല. ഹദീസിലുണ്ട് ആയിഷാ ബി അങ്ങനെ ചെയ്തു. അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ ആയിഷാ ബി ഷിർക്ക് ചെയ്യൂലല്ലോ, ഒരിക്കലില്ലല്ലോ. അപ്പൊ തന്നെ മനസ്സിലായത് അതിൽപ്പെട്ടതല്ല, ഷിർക്കിൽപ്പെട്ടതല്ല.
ഷിർക്കിൽ ഒരിക്കലും അതിൽ പെടുന്നതല്ല എന്ന് അതുകൊണ്ട് മനസ്സിലായിക്കൂടെ. ആയിഷ റളിയല്ലാഹു ചെയ്തതുപോലല്ല, ആയിഷ റളിയല്ലാഹു റസൂലിനോട് നേരിട്ട് പൊരുത്തപ്പെടിപ്പിച്ച സംഭവം പോലെയല്ല നിങ്ങൾ ഈ പറഞ്ഞത്. അതായത് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ റബീഉൽ മാസത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാര് പള്ളികളിൽ നിന്നായിട്ടും ജാഥകളിലായിട്ടും മദ്രസകളിലായിട്ടും വ്യാപകമായിട്ട് ചൊല്ലുന്ന ഈ മങ്കൂസ് മൗലൂദിൽ നബിനോടെന്നെ നേരിട്ട് പൊറുക്കലിനെ തേടുന്നത് മറ്റേ മൗലൂദിനെ നേരത്തെ പറഞ്ഞു, ഉസ്താദിനെ നേരത്തെ പറഞ്ഞു. അതായത് നബിനോട് അത് സംഭവിക്കും ചെയ്തു. അതായത് നബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പൊറുക്കലിനെ തേടിക്കഴിഞ്ഞാൽ അത് ശുർക്കല്ല, മറ്റേ നബിനോട് എല്ലാത്തവരോട് തേടുമ്പോൾ ശുർക്കാവുള്ളൂ എന്നുള്ള ഇതിലാണ് വരുന്നത്. നബിനോട് ചോദിക്കുമ്പോൾ അല്ല, നബിനോട് ചോദിക്കും മറ്റുള്ളവരെ തേടിയാൽ അതും ശുർക്കല്ല. ഇല്ല, അത് അതിന്റെ രീതി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്. അതല്ല, നബിനോടല്ലാതെ മറ്റുള്ളവർ അപ്പം മൊയ്തീനോട് ഓരോടൊക്കെ പൊറുക്കലിന് ഓരോടൊക്കെ ചെയ്യാം. പിന്നെ ഈ അർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ അർത്ഥപ്രകാരം നമ്മൾ എന്ത് പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിന് തേടാം, അതുപോലെ നബിനോടും മറ്റു ഔലിയാക്കളും രണ്ട് അർത്ഥപ്രകാരം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം, അതിപ്പോ രണ്ട് അർത്ഥപ്രകാരം വെച്ചാൽ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. അതിനല്ലേ വേദി, ആ സംശയങ്ങൾ തീർത്തു കൊടുക്കാനുള്ള ഇത്തരത്തിലുള്ള വേദി വെക്കുന്നത്. നിങ്ങളെ പോലത്തെ ആളുകൾക്ക് രണ്ടും രണ്ടായി തിരിച്ചറിയുന്നില്ലെങ്കിൽ അത് തിരിച്ചറിയിച്ചു കൊടുക്കാനാണ് നമ്മൾ വേദി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ചോദ്യത്തെ നമ്മൾ സ്വാഗതം ചെയ്തത്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതല്ലേ. ഈ രണ്ടും രണ്ടാണ്. ഇപ്പൊ ഡോക്ടർക്ക് പോയിട്ട് ഡോക്ടറെ രോഗം ശിഫയാക്കുന്നു പറയുന്നുണ്ട്, അള്ളാഹിനോട് രോഗം ശിഫയാക്കുന്നുണ്ട്. രണ്ടൊരു അർത്ഥത്തില എന്താ അഭിപ്രായം? ചോദിക്കല്ലോ, അഭിപ്രായം പറഞ്ഞത്. രണ്ടും രണ്ടർത്ഥത്തിലാണ്. അതെ, അതെങ്ങനെ ഈ വിഷയത്തിലുള്ളത്. മരിച്ചുപോയ മഹാന്മാരോട് ചോദിക്കുന്നതും ജീവിച്ചിരിക്കുന്ന ഒരാളോട്. ഓക്കെ, അൽഹംദുലില്ലാഹ്. അപ്പോൾ സഹോദരൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഷിർക്കിന്റെ മാനദണ്ഡം മരിക്കലും ജീവിക്കലുമാണോ? എനിക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ്, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അല്ല ഉസ്താദ്, ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി, നമ്മളോട് ചോദിക്കാൻ പാടില്ല. ഇല്ലല്ല, അല്ല ചോദ്യം, അത് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പാടില്ല. അതായത് നിങ്ങളാണ് ചോദ്യം സദസ്സുണ്ടാക്കിയത്. നമ്മൾ ഞങ്ങളെ പിന്നെ ചോദിക്കണെന്തിനാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞു ഉത്തരം പറയാന്നുള്ളത്. അതായത് നമ്മളോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ സദസ്സ് നമുക്കില്ല. അല്ല, ഞങ്ങൾ ഒരു മിനിറ്റ്, ഒന്നാം ക്ലാസ്സിൽ കുട്ടികളോട് ഇരുത്തിയാലേ നമ്മൾ കുട്ടികളോട് ചോദിക്കുന്നത്, കുട്ടികൾ വലിയ വിവരം ഉണ്ടായിട്ടല്ല, കുട്ടികളെ ഈ ആകാശം പഠിച്ചതാരാ? അപ്പൊ കുട്ടി പറയാ, ഞങ്ങൾ ഒന്നും അറിയാതെ ഒന്നാം ക്ലാസ് വന്നിട്ട് ഞങ്ങളെ ചോദിക്കുക. അത് ചോദ്യം ചോദിച്ച് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, നിങ്ങൾ അടങ്ങാറാക്കാനല്ല. അത് ഏത് കുട്ടിക്കാരില്ലേ, കുട്ടിയോട് ചോദിക്കും, ആരാ നമുക്ക് ഭക്ഷണം നൽകുന്നത്? അപ്പൊ കുട്ടി, ഞങ്ങളിതൊക്കെ പഠിക്കാൻ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുക. അത് ചോദിക്കാറില്ല, ഒരു ചോദ്യം പറഞ്ഞു കൊടുത്ത് ഉത്തരം മനസ്സിലാക്കി കൊടുക്കല. ഇപ്പൊ നിങ്ങളെല്ലാം പറഞ്ഞു, ഡോക്ടറോട് ചോദിക്കുന്നതും അള്ളാഹിനോട് ചോദിക്കുന്നതും രണ്ടും രണ്ടാണ്. അതന്നെ ഞങ്ങളും പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധരായ അമ്പിയാക്കളോട്, അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഔലിയാക്കളോട്, അവരോട് പൊറുക്കലിനെ ചോദിക്കുന്നതും അള്ളാഹുവിനോട് ചോദിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ നമ്മൾ മരിച്ചോര് ഷിർക്കിൽ മരിക്കുക ജീവിക്കുന്ന മാനദണ്ഡമില്ല. അതങ്ങൾ അറിയ തെറ്റിദ്ധരിച്ച് കുറ്റം പറഞ്ഞിട്ടല്ല. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കണം മരിക്കുന്നുണ്ടെങ്കിൽ വ്യത്യാസമല്ല. ഷിർക്കാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴും ഷിർക്കാണ്, മരിച്ചാലും ഷിർക്കാണ്. ഷിർക്കല്ലാത്തൊരു കാര്യം ജീവിച്ചാലും ഷിർക്കല്ല, മരിച്ചാലും ഷിർക്കല്ല. മരണമല്ല ഷിർക്കിന്റെ മാനദണ്ഡം. നിങ്ങളതൊന്നും അറിയാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയതാണ്. ഞാൻ പറഞ്ഞല്ലേ, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അവിടുത്തെ ഖബറിനെ പോയിട്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടില്ലേ? നബിയോട് പറഞ്ഞിട്ടില്ലേ, നബിയേ ജിഅ്തുക യാ റസൂലുള്ളാഹ്, മുത്തനബിയേ അങ്ങയുടെ ഖബറിലേക്ക് ഞാനിതാ വന്നിരിക്കുന്നു, മുസ്തഗ്ഫിറൻ ലിദംബി, എന്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി, മുസ്തശ്ഫിഅൻ ബിക യാ റസൂലുള്ളാഹ്. ഹാഫിദ് ഇബ്നു കസീർ സർവ്വ മുജാഹിദും വന്നിരിക്കുന്ന കിതാബാ. ഹാഫിദ് ഇബ്നു കസീർ തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നു, നബിയെ അങ്ങയെ കൊണ്ട് ഷഫാഅത്ത് ചെയ്യാൻ, അതാണ് ബഹുമാനത്തെ എംപി പറഞ്ഞത്. ആ അർത്ഥത്തിൽ ചോദിച്ചാൽ കുഴപ്പമില്ല. നേരെ മറിച്ചുകൊണ്ട് അമ്പിയാക്കൾ, ഔലിയാക്കൾ അവർ സ്വന്തം നിരക്ക് അള്ളാഹുവിനെ പോലെ തെറ്റാവാണ് നിരക്ക് അവരും പുറത്തു നിരക്ക് ചോദിച്ചാൽ ചോദിക്കുന്നു വേണ്ട സഹോദര. അങ്ങനെ വിശ്വസിച്ചാൽ അതോട് ശരാമെന്ന് പുറത്തായി. സുന്നികൾ ചോദിക്കൊന്നും വേണ്ട. അള്ളാഹുവിനെ പോലെ സൃഷ്ടാവാണ്, അല്ലെങ്കിൽ അള്ളാഹിനെ പോലെ ഖാലിക്കാണ്, റബ്ബാണ്, മാലിക്കാണ് എന്ന് കരുതിക്കൊണ്ട് ഒരാൾ ചോദിക്കൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഈ മൈക്കിനെ കുറിച്ച് അങ്ങനെ വിശ്വസിച്ചാൽ മതി. ഞാൻ മൈക്കിന് രണ്ട് കൊടുത്താലും ഞാൻ മുശ്രിക്കന്നെ. വിശ്വാസമാണ് ശിർക്ക് എന്ന് പറയുന്നത്, അത് പ്രവർത്തനമല്ല. അത് മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണയാണ്. ആ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അത് സഹീഹുൽ ബുഖാരി ഹദീസാണ്. നിങ്ങൾ പറഞ്ഞത് ആ ഹദീസ് നിങ്ങൾക്ക് അറിയില്ല, അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തന്നു. സഹീഹുൽ ബുഖാരിയിൽ അങ്ങനെ ഹദീസുണ്ട്. അത്തൂബു ഇലല്ലാഹി വഇലാ റസൂലിഹി. മുജാഹിദ് പറയുന്ന പ്രകാരം സമ്മതിക്കുകയാണെങ്കിൽ അത്തൂബാണ്. അത്തൂബിനെ കുറിച്ച് എന്ത് പറയേണ്ടി വരും? ആയിഷ ബിവി ഇസ്ലാം എന്ന് പുറത്തുപോയ മുശ്രിക്കാണെന്ന് പറയേണ്ടി വരില്ലേ?
അപ്പൊ അത് ശരിയല്ല എന്ന് പറയുന്നത്. അപ്പൊ ഷിർക്ക് ഗൗരവമുള്ളതാണ്, പക്ഷേ ഇത് ഷിർക്കിന്റെ ഇനത്തിൽ പെട്ടതല്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചോദ്യത്തില് ആയിഷ ബീവിയുടെ ആ സംഭവത്തെ കുറിച്ച് സാധാരണ മുജാഹിദുകൾ തെറ്റിദ്ധരിപ്പിച്ചൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന്റെ തലയിലും കയറി കൂടിയിട്ടുണ്ട്. അതായത് ആയിഷ ബീവി റസൂലുള്ളാഹിനെ എന്തോ കാട്ടി അപ്പൊ പുറത്തേരുന്നേന്ന് പറഞ്ഞതാണ്. നബിനെ ഒന്നും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യക്തിപരമായിട്ടൊന്നും നോവിക്കുക പോലും ചെയ്തിട്ടില്ല ആയിഷ ബീവി ആ സംഭവത്തിൽ. എവിടെ നിങ്ങൾക്ക് ആശയം കിട്ടിയത്? നബിയെ ശാരീരികമായിട്ട് വേദനിപ്പിക്കുക, ഒരു ഭാര്യ എന്ന നിലക്ക് നബിയെ എന്തെങ്കിലും ഒന്ന് വേദനിപ്പിക്കുകയോ ആയിഷ ബീവി ചെയ്തിട്ടില്ല ആ സംഭവത്തിൽ. ആയിഷ ബീവി നബിയെ വ്യക്തിപര പേഴ്സണലായിട്ട് ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന യാതൊന്നും ചെയ്തിട്ടില്ല. മതപരമായ ഒരു വിഷയത്തിൽ ഒരു പാളിച്ച പറ്റിയതാണ്. അതെന്താണ്? ഈ ചിത്രപ്പണിയുള്ള ഒരു ഇത് തൂക്കി എന്നുള്ളത് മനസ്സിലായോ? അല്ലാതെ റസൂലുള്ളാഹിനെ വ്യക്തിപരമായിട്ട് നമ്മളിപ്പോ ഒരാളെ ആക്രമിച്ചു, നമ്മൾ ചെന്നിട്ട് പറയും പുറത്തേരണേ എന്ന് പറയും. അതേമാതിരി എനിക്ക് പുറത്തേരണേ എന്ന് റസൂലുള്ളാഹിനോട് ആയിഷ ബീവി പറഞ്ഞു എന്നല്ല, അങ്ങനെയല്ല ഹദീസിലുള്ളത്. പക്ഷെ അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് മുജാഹിദുകൾ. അത് കേട്ടും വിശ്വസിച്ചു അന്ധമായി അങ്ങോട്ട് വിശ്വസിച്ചു പോയ കുറെ മുജാഹിദിന്റെ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിൻ പുറത്തുകൂടിയൊക്കെ ഉണ്ട്, കടപ്പുറത്തും മലയോര പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇത് വിചാരിച്ച് നടക്കുക. ആയിഷ ബീവി അങ്ങനൊരു വ്യക്തിപരമായി എന്തെങ്കിലും റസൂലുള്ളാഹിക്ക് വിഷമം പറ്റുന്ന ഒരു പ്രവർത്തനം പോലും, ഒരു പ്രവൃത്തി കൊണ്ട് പോലും നബിയെ നോവിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിലേ നിങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ. എന്ത്? ആയിഷ ബീവി നബിയെ എന്തോ വിഷമിപ്പിച്ചപ്പോ പുറത്തേരെന്ന് പറഞ്ഞതാണ്. അല്ല, മനസ്സിലായില്ലേ? അങ്ങനെ എന്റെ സുഹൃത്തെ. എന്നിട്ട് പോലും ആയിഷ ബീവി പറയാണ്, നബിയെ ഞാൻ അങ്ങയോട് തൗബ ചെയ്ത് മടങ്ങുന്നു, നബിയെ ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുന്നു. ഇത് രണ്ട് അർത്ഥത്തിലാണ്. ഒന്ന് ഖൽഖുൽ മഗ്ഫിറ എന്ന് വെച്ചാൽ ആത്യന്തികമായി പാപമോചനത്തെ സംവിധാനിക്കുക. ആ അർത്ഥത്തിലാണ് റബ്ബിലേക്കുള്ള മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. അതിന് നിമിത്തമാവുക, അതിന് ശുപാർശകനാവുക എന്ന അർത്ഥത്തിലാണ് റസൂലിനോട് ബന്ധപ്പെടുന്നവർ പറയുന്നത്. ഇത് രണ്ടും രണ്ടർത്ഥത്തിലാകുമ്പോഴാണ് തൗഹീദ് പൂർണ്ണാകുക. ഇങ്ങനെ രണ്ട് അർത്ഥത്തിലായി കാണുക, അപ്പോഴേ തൗഹീദ് പൂർണ്ണ. സൃഷ്ടാവിനെയും സൃഷ്ടിയെയും രണ്ട് വിധാനത്തിൽ കാണുമ്പോഴാണ് ഒരു മനുഷ്യന്റെ തൗഹീദ് പൂർണ്ണാകുക. മുജാഹിദുകൾ തൗഹീദ് പൂർണ്ണമല്ലല്ലോ, അപൂർണമായ തൗഹീദുമായിട്ടാണല്ലോ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയാനുള്ള കാരണം തന്നെ അതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ഉസ്താദിന്റെ സംസാരത്തിന് ശേഷം മൈക്കെടുത്തത്. ശ്രദ്ധിക്കണം, ഏകദേശം സമയം നമുക്ക് അനുവദിച്ച സമയത്ത് കടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തീർന്നിട്ടില്ല, അങ്ങനെ തീരാൻ വേണ്ടിയില്ല, ഏകദേശം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഏകദേശം ആയിട്ടുണ്ട്. ഒരു സുഹൃത്തു കൂടി ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം കൂടെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അങ്ങനെ പിരിയാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് ഏകദേശം സമയം ആയിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. ചോദിക്കാൻ വരുന്ന ആളുകൾ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം എന്ന അർത്ഥത്തിലാണ്. ഇൻഷാ എന്റെ ചോദ്യം എന്ന് വെച്ചാല്, ഒരാൾ മരിക്കുന്ന ഇടയിൽ മൊയ്തീൻ ഷേഖിനെ വിളിച്ച് മരിച്ചാൽ അയാൾ സ്വർഗത്തിൽ പോകുന്നു. വളരെ ലളിതമായ മറുപടിയാണുള്ളത്. ഒരാളിപ്പോ മരിക്കുമ്പോ, ഒരാളിപ്പോ എവിടുന്ന് വീഴാണ്? തെങ്ങുമെന്ന് വീഴാണ്. തെങ്ങുമെന്ന് വീണ സമയത്തിന്റെ മാന്ന് പറഞ്ഞ് വിളിച്ച് മരിച്ച ആൾ സ്വർഗത്ത് പോകും. അയാളെ കൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ, അയാള് അണുമണി തൂക്കം ഈമാനുണ്ടെങ്കിൽ നരകത്തിൽ നിന്നൊഴിവാണ് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഒരാൾ മരിക്കുന്ന സമയത്ത് മുഹ്യിദ്ദീൻ ശൈഖേന്ന് വിളിച്ചു, അതിന്റെ മാന്ന് വിളിച്ചു. അയാൾ മുസ്ലിമാണോ? അയാളെ കൽബിൽ ഈമാനുണ്ടോ? എന്നാൽ അയാൾ സ്വർഗത്ത് പോകും. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. സ്വർഗത്തിൽ അയാൾ പോകും. വളരെ ലളിതമായ സിമ്പിളായ മറുപടിയാണ്. ഉണ്ടോ? ചോദിക്കണ്ടോ? ഏതായാലും അൽഹംദുലില്ലാ വളരെ ഭംഗിയായി. അത് പോകരുതല്ലേ, ഒരു 5 മിനിറ്റ് കൂടി. നമ്മൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് സുഖില്ല കിടക്കുകയാണ്. നമ്മുടെ ഉസ്താദുമാരിൽ പലരും രോഗികളാണ്. നമുക്കൊക്കെ വേണ്ടി എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്ത് പിരിയാം. അതിനും ആരും പിരിയരുത്, എല്ലാവരോടും ഇരിക്കണം. ഏതായാലും അൽഹംദുലില്ലാ പരപ്പനങ്ങാടിയിൽ ഒരു ചരിത്രം കൂടി ആവർത്തിച്ചിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശം അവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.
ആദർശ വിശുദ്ധിയുടെ 90 വർഷം. അൽഹംദുലില്ലാ. ഇത് പറയാൻ കഴിയുന്ന, ഇത് സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയാൻ കഴിയുന്ന ഏക പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണെന്ന് തെളിയിച്ചിരിക്കുക. നമ്മൾ ചോദിച്ചല്ലോ, സമസ്ത തിരുത്തി എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരാൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ എല്ലാ ഐറ്റംസും വന്നല്ലോ, അതിന് വലിയ ഭാഗ്യമായി. എല്ലാവരും ഒന്ന് ചോദിച്ചു, പറയാറുന്നല്ലോ, എന്തൊക്കെ ചോദിക്കായിരുന്നു. അൽഹംദുലില്ലാ, ആരും ചോദിച്ചിട്ടില്ല. ഇനി നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഞാൻ തന്നെ നിർത്തി, എനിക്ക് അടുത്ത ട്രെയിനിൽ പോകാനുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ സ്ഥിതിക്ക് നിർത്തുകയാണ്. ബഹുമാന പ്രസ്താവന നിർത്തി ദ്വാ ഉണ്ടാവും, കഴിഞ്ഞിട്ടേ പോകാമെന്ന് അറിയിക്കും. നമ്മുടെ പരീസാന്റെ മോന് ചെറിയൊരു സുഖത്തിലാണ്, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന പേരിൽ നിന്ന് വീണതിന്റെ പേരിൽ അല്ലാഹു തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.